ഒരു കാലഘട്ടത്തിൽ ബഥേലിന്റെ ഫാസ്റ്റിങ്ങിന്റെ പോസ്റ്ററിനകത്ത് ബഥേൽ ആമേൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശുദ്ധ ചിരി ഓർക്കുന്നുണ്ടോ? അങ്ങനെ പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരു ചർച്ചിന്റെ പുൾപിറ്റിനകത്താണ് ഇന്ന് പകൽ ഞാൻ ഈ വാചകം ആമേൻ ഉച്ചരിക്കുന്നതെന്ന് ദൈവജനം മറന്നു പോകരുത്. ആരും പറയാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ചിരിയെന്ന് പറഞ്ഞാൽ ആമേൻ കല്ലെറിയാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് നടുവിൽ നിങ്ങൾ നിങ്ങളുടെ ചർച്ചിന്റെ പേര് വെച്ചിട്ട് നിങ്ങൾ അടിച്ചുവിട്ടു. വിശുദ്ധ ചിരി ഉണ്ടാകും, വിശുദ്ധ നൃത്തമുണ്ടാകും. ആമേൻ വിമർശനങ്ങൾ ഉണ്ടാകട്ടെ, പക്ഷേ ദൈവം ഏൽപ്പിച്ചവൻ അത് തുടരണം. ആമേൻ ആമേൻ. നമ്മൾ ആമേൻ നാട്ടുകാരുടെ എല്ലാം മാന്യത കിട്ടാൻ വേണ്ടി നിൽക്കുന്നതല്ല, സ്വർഗത്തിന്റെ പ്രസാദം കിട്ടാൻ വേണ്ടി നിൽക്കുന്നത്. എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്നൊരു നിർബന്ധം നിനക്കുണ്ടാകരുത്. സ്വർഗം നിന്നിൽ പ്രസാദിക്കണം. അന്നത്തെ കൂട്ടങ്ങളിൽ നിങ്ങൾ മനഃപൂർവ്വം കരുതിയിരുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടായിരുന്നല്ലേ? എന്തുകൊണ്ടാ കരുതിയത്? ഛർദിച്ചാൽ ആ ഛർദിക്കുന്നത് അടുത്തയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ കരുതി. നിങ്ങളുടെ കയ്യിൽ ഷോളുകൾ ഉണ്ടായിരുന്നല്ലേ, പുതപ്പുകൾ. എന്തിന്? ആമേൻ ആത്മനിറവിന്റെ ആരാധനയിൽ സഹോദരിമാർ മറിഞ്ഞു വീണാൽ അവരെ പുതപ്പിക്കണമെന്ന് കരുതി. ഇതെല്ലാം നിങ്ങൾ കരുതി വെച്ചു. അതെല്ലാം നിങ്ങൾ കരുതിയത് എന്തിനാണെന്നറിയാമോ? അതൊക്കെ ഒരു വെളിപ്പാടായിരുന്നു. പുതുതായിട്ട് വന്ന അച്ചാച്ചന്മാർക്കോ അമ്മാമ്മമാർക്കോ അതൊക്കെ ഇച്ചീച്ചിയായിട്ട് തോന്നുന്നെങ്കിൽ വെളിപ്പാടുള്ളവൻ അത് ഇന്നും ഇച്ചീച്ചി അല്ല. ആമേൻ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ആമേൻ സ്വാതന്ത്ര്യം കൊടുത്താൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഏതറ്റം വരെയും എടുത്തുപയോഗിക്കുമാറ്. സമാനമായ പോസ്റ്ററുകൾ അടിച്ച ചർച്ചകൾ വേറെ ഉണ്ടോ എനിക്കറിയത്തില്ല, പക്ഷേ ബഥേൽ ചെയ്തിരുന്നു. ബഥേൽ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ വിശുദ്ധ ചിരി ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ചിരി എന്ന ഒരു പദം ആമേൻ ഒരു കാലഘട്ടത്തിൽ ആമേൻ പ്രിന്റ് ചെയ്തിറക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് കമ്മിറ്റിയല്ല. നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ മേൽ ദൈവമിട്ട പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ്. അവിടെയാണ് ചർച്ച് ദേശത്തിന്റെ മീതെ ഉയർന്നു കയറിയത്. ഈ 2024 ആമേൻ നവംബർ മാസം അവസാനം ഞാൻ പറയട്ടെ, അതേപോലെ ഒരു മഹത്വകരമായ അനുഭവത്തിലേക്ക് ഈ ചർച്ചിനെ തിരിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. നമ്മുടെ നടുവിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പുതുതായി ചില സഹോദരങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. അവരെയും അവരുടെ കുടുംബത്തെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ ഈ പുതിയ വർഷത്തിൻ്റെ 2ാമത്തെ മാസം ഒത്തുകൂടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും എന്നുള്ളൊരു വിഷയമാണ്. അങ്ങനെ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. അത് മിക്കവാറും ആഴ്ചകളിലൊക്കെ ഞാൻ പറയാറുണ്ട് എന്നുള്ളതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം, ചില ചോദ്യങ്ങൾ വന്നത് നിമിത്തം, എന്താണ് പെന്തക്കോസ്റ്റിന് ഇത്ര പ്രത്യേകത അല്ലെങ്കിൽ ഇത്ര മേന്മ? നിങ്ങൾ എന്തോ ഒരു നെഗറ്റീവ് ചുവയിലാണല്ലോ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാനിടയായി. അതായത് പെന്തക്കോസ്റ്റിലെ തന്നെ ചില ശുശ്രൂഷകരാണ് എന്നോട് ചോദിച്ചതും ഒരളവിൽ പറഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കേറി വന്നെന്നൊക്കെ വേണേൽ പറയാം. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവർ ചോദിച്ചു പറഞ്ഞൊക്കെ വന്നത്. ശാന്തമായി ചോദിച്ചവരും ഒക്കെയുണ്ട്. എന്നാൽ ചിലർ വളരെ അഗ്രസീവായിട്ടുള്ള രീതിയിലാണ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഒരു മറുപടി പറയേണ്ടത് അനിവാര്യമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായത്. അത് കുറേ ആഴ്ചകളായി നമ്മളിങ്ങനെ തുടർന്ന് പോവുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ദൈവമക്കൾക്ക് ആത്മീയമായി ചില ബോധ്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ച, അതായത് അവസാനത്തെ ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മൾ സംസാരിച്ചു പോയത് 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്നാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ല, ചില സൂചനകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തരികയാണ്. 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് യഹൂദ ദേശത്തെ രാജാവായിരിക്കുന്ന ആഹാസ് എന്ന് പറയുന്ന രാജാവ്
ദമേശേക്കിൽ, അഥവാ ഇന്നത്തെ മോഡേൺ സിറിയയുടെ തലസ്ഥാനമായ ദമസ്കോസ്, ആ ദേശത്തിൻ്റെ പഴയ പേരാണല്ലോ ദമേശേക്ക്. ആ ദമേശേക്കും ഒക്കെ ആ ഒരു സമയത്ത് അശൂർ രാജാവിൻ്റെ കീഴിലേക്ക് വന്നിരുന്ന സമയമാണ്. അശൂർ സാമ്രാജ്യം എന്നുള്ള നിലയിൽ, വലിയ സാമ്രാജ്യമല്ല, ഒരു മിനി സാമ്രാജ്യം എന്ന നിലയിൽ ഇങ്ങനെ വളർന്ന് പടർന്നു വരുന്ന ഒരു സമയം. ചുറ്റുപാടും ഒക്കെ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ യഹൂദ ദേശം പിടിച്ചടക്കും എന്നുള്ളത് ഗ്യാരണ്ടി ആയിരുന്നു. എന്നാൽ അതിനു മുമ്പ് ആഹാസ് അദ്ദേഹത്തോട് സംബന്ധം കൂടി. ആഹാസ് അദ്ദേഹവുമായി സംസാരിക്കുന്നതും മറ്റുമൊക്കെ നമ്മൾ ആ 16-ാം അധ്യായത്തിൽ കണ്ടു. അതുപോലെ 16-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട മറ്റൊരു ഗൗരവതരമായ കാര്യമാണ്, കാലങ്ങൾക്ക് മുമ്പ് ശലോമോനാൽ പണിയപ്പെട്ട യെരുശലേം ദൈവാലയത്തിൻ്റെ മുൻപിൽ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ആ യാഗപീഠം, താമ്രയാഗപീഠം, അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി വടക്ക് വശത്ത് കൊണ്ടുപോയി വയ്ക്കുകയും തൽസ്ഥാനത്ത് ഈ ദമേശേക്കിലെ അഥവാ ജാതികളുടെ ബലിപീഠം കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്തു. അത് നിർമ്മിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്നാൽ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആ കാര്യങ്ങൾ പിന്നീട് ധ്യാനിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. 2 വർഷം മുമ്പ് ഈ കാര്യം നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംസാരിച്ചു പോയതാണ്. അതേസമയം വീണ്ടും ഇപ്പോൾ അങ്ങനെ പറയാനുണ്ടായ കാരണം ഈ വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ദൈവ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആഴത്തിൽ പഠിച്ചു വരുന്നൊരു വിഷയമാണ് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സമാഗമന കൂടാരം എന്നുള്ളൊരു വിഷയം. നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിൽ വളരെ ദീർഘമായി വിശദമായി ആ വിഷയം ധ്യാനിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ആ കാര്യം സംസാരിച്ചിട്ടുണ്ട്, പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മുൻപോട്ട് പോകുന്ന സമയത്ത് അവരോട് വലിയവനായ ദൈവം സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എനിക്കൊരു കൂടാരം നിർമ്മിക്കണം, ടബർനാക്കിൾ. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു ബലിപീഠം സ്ഥാപിതമാകുകയാണ്. ഈ കൂടാരത്തിൻ്റെ കയറി വരുന്ന ഭാഗത്ത് പ്രാകാരത്തിൽ ഒരു ബലിപീഠം സ്ഥാപിതമാകുകയാണ്. ആ ബലിപീഠത്തിൻ്റെ അളവും അതിൻ്റെ കാര്യങ്ങളെല്ലാം മോശയ്ക്ക് ഹോരേബിൽ വെച്ചാണ് ലഭിക്കുന്നത്. അതായത് പർവ്വതത്തിൻ്റെ ഉയരത്തിലേക്ക് മോശ കയറിപ്പോയി. ഉയരത്തിൽ നിന്ന് ആലോചന മോശ കൈയേറ്റുവാങ്ങി, അതായത് കൈമാറ്റപ്പെടുകയാണ്. ആ കൈമാറ്റപ്പെടുന്ന ആ ബലിപീഠത്തിൻ്റെ അളവും അതിൻ്റെ വെളിപ്പാടുകളും മോശ കൈയേറ്റുവാങ്ങുന്ന വലിയൊരു വെളിപ്പാടാണ്. പക്ഷെ മോശയ്ക്കത് മനസ്സിലായില്ലെന്ന് മാത്രം. മോശയ്ക്കത് മനസ്സിലായില്ല. അത് യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ മോശ പണിയേണ്ടതുണ്ട്. മോശ അങ്ങനെ തന്നെ പണിതു. അത് ഉയരത്തിലെ ആലോചനയാണ്, ഉയരത്തിലെ അളവാണ്. അത് അങ്ങനെ തന്നെയാണ് പണിത്. അത് ഏകദേശം ഒരു 500-ൽ താഴെ വർഷം ഇസ്രായേലിൻ്റെ നടുവിലിരുന്നു. ഇസ്രായേലിന് വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഒരേ ഒരു യാഗപീഠം. ഈ പറയുന്ന വാക്കുകളൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, പുതുതായി ചിലർ നമ്മുടെ നടുവിലുണ്ട്. അതുപോലെ ഈ ദിവസങ്ങളിൽ പുതുതായി പലരും നമ്മളെ കേൾക്കുന്നുണ്ട്. നമ്മുടെ മെസ്സേജുകൾ ഇടയ്ക്ക് നിന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഗ്രഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, ഇതിനൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേൾവിക്ക് വേണ്ടി. കാലങ്ങളായി നമ്മൾ പറഞ്ഞും പരുവപ്പെടുത്തി കൊണ്ടുവന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ആ വിഷയത്തോട് കണക്ട് ചെയ്താണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അതായത് അടുത്ത ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ 4.5 വർഷം തികയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ വിശുദ്ധ തിരുവെഴുത്തുമായി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട്. 4.5 വർഷത്തിനടുത്തായി, അല്ലെങ്കിൽ 4.5 വർഷം കഴിയും. അപ്പോൾ അതിന് മുൻപുള്ള കാലങ്ങളിൽ നമ്മൾ അടിസ്ഥാനപരമായ ഒത്തിരി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, അന്ന് മോശയാൽ പണിയപ്പെട്ട യാഗപീഠം 500-ൽ താഴെ വർഷം ഇസ്രായേലിൻ്റെ നടുവിലിരുന്നു. ആ ബലിപീഠത്തിലൂടെയാണ് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. വർഷത്തിലൊരിക്കൽ ഇസ്രായേലെല്ലാം ഒരുമിച്ച് കൂടുന്നത് ഈ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിലിരിക്കുന്ന യാഗപീഠം വഴി പ്രായശ്ചിത്ത യാഗം അർപ്പിച്ചുകൊണ്ട് അവരുടെ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് എന്ന് രക്തം തളിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഗൗരവമാണ്. അങ്ങനൊരു യാഗപീഠം വേറെ ഇല്ല അവർക്ക്. ഒരേ ഒരു യാഗപീഠമേ ഉള്ളൂ. അവർക്ക് ബോധിക്കുന്നിടത്തൊന്നും അവർക്ക് ഹോമയാഗം അർപ്പിക്കാൻ കഴിയില്ല. അവിടെ മാത്രമേ കഴിയൂ. അത് കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ ഇത് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ശലോമോൻ്റെ നേതൃത്വത്തിൽ യെരൂശലേമിൽ മഹത്തായ ഒരു ആലയം നിർമ്മിച്ചു. അത് നമുക്കറിയാം. ആ ആലയത്തിന് മുൻപിലും ഒരു താമ്രയാഗപീഠമുണ്ട്. അത് ഉയരത്തിലെ ആലോചനയാണ്.
ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ ദാസനായ ദാവീദിനാണ് അതിൻ്റെ അളവും അതിൻ്റെ കാര്യങ്ങളും ലഭിച്ചത്. ദാവീദ് തൻ്റെ മകനായ ശലോമോൻ അത് കൈമാറി. അങ്ങനെ ശലോമോനാൽ പണിയപ്പെട്ട യാഗപീഠമാണ് യെരൂശലേം ദേവാലയത്തിന് മുൻപിലിരിക്കുന്നത്. ഈ 2 യാഗപീഠങ്ങളും വിളിച്ചു പറയുന്നത് കാൽവറിയിലെ ക്രൂശിനെ കുറിച്ചാണ്. ഈ 2 യാഗപീഠങ്ങളിലും നടന്ന യാഗങ്ങളൊന്നും പൂർണ്ണതയുള്ളതല്ല. എന്നാലും പൂർണ്ണതയുള്ള ഒരു പരമയാഗം കാൽവറിയിലെ ബലിപീഠത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഏകദേശം 1400 ചില്ലുവാനും വർഷം ഇസ്രായേലിൻ്റെ നടുവിൽ ഈ ബലിപീഠം ഇരുന്നു. ആ ബലിപീഠത്തിൽ നടന്ന യാഗങ്ങളൊന്നും ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണതയിലെത്തിയില്ല. എന്നാൽ ഏകദേശം 1400 ചില്ലുവാനും വർഷം ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്ന ഡിമാൻഡുകൾ ഈ യാഗപീഠത്തിലൂടെയാണ് പൂർത്തീകരിച്ചിരുന്നത്. പക്ഷേ ന്യായപ്രമാണത്തിൻ്റെ ഡിമാൻഡ് പൂർത്തീകരിക്കാൻ ഇവിടെ നടന്ന ബലികളൊന്നും, അതായത് കാളകളുടെയും ആടുകളുടെയും യാഗങ്ങൾ കൊണ്ടൊന്നും അതിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒടുവിൽ കാലസമ്പൂർണതയിൽ യേശുക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് തന്നെ പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ വന്നതെന്ന്. അതായത് ന്യായപ്രമാണം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ റദ്ദ് ചെയ്തിട്ട് ഇനി മുതൽ ആരും യാഗമായിട്ടൊന്നും വരണ്ട, നിങ്ങൾ കുറച്ച് പ്രൈസിലോടും കുറച്ച് അല്ലേലിയേയും ഒത്താൽ കുറച്ച് ഗ്ലോറിയും ഒക്കെ ആയിട്ടങ്ങ് വന്നാൽ മതി എന്നൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. ഈ ആടിനെ കൊണ്ടുവരുന്നതും കാളയെ കൊണ്ടുവരുന്നതൊക്കെ വലിയ ഭാരങ്ങളല്ലേ, അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അത് അന്നത്തെ കാലത്ത് ഞാനങ്ങ് പറഞ്ഞു പോയി. ഇത്ര റിസ്ക്കുള്ള കാര്യമാണെന്ന് ഞാൻ ഓർത്തില്ല, അത് റദ്ദ് ചെയ്തിരിക്കുന്നു. ഇനി മുതൽ മൊത്തത്തിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മതി എന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. അത് വൺസ് എഴുതിയതാ. അതായത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും ന്യായപ്രമാണത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്ന കാര്യം അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനത് നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ വന്നതെന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ യാഗപീഠത്തിൽ നടന്നുകൊണ്ടിരുന്ന ആ ബലി, വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നടന്ന ബലികളൊന്നും പൂർണ്ണതയുള്ളതല്ല. എന്നാൽ യേശുക്രിസ്തു ഒരു ദൈവകുഞ്ഞാടെന്ന നിലയിൽ കാൽവറിയിലെ ബലിപീഠത്തിൽ ഒരു പരമയാഗമായി തീർന്ന നിമിത്തം ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ 1-2 ആഴ്ച മുമ്പ് നമ്മുടെ മലയാളക്കരയിലെ ഒരു പെന്തക്കോസ് ഗ്രൂപ്പിൻ്റെ മഹാസമ്മേളനത്തിൽ, ജനറൽ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞു കളയും, ആ സമ്മേളനത്തിൽ അതിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ, അദ്ദേഹം ഒരു പ്രത്യേക സമയത്ത് ഇങ്ങനെ പ്രസംഗിക്കാനിടയായി. അതായത് ധാരാളം ആളുകൾ വന്നിട്ടുണ്ടല്ലോ, ആ സമൂഹത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒത്തുകൂടുന്നൊരു സമയമല്ലേ. അപ്പോൾ കിട്ടിയ സമയം അദ്ദേഹം വിനിയോഗിച്ചു. അതായത് നിങ്ങളുടെ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ, ഉപദേശിമാരോടുള്ള ബന്ധത്തിൽ, അവരുടെ സന്ധാരണത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്സാഹിക്കണം. അതൊക്കെ വാസ്തവമാണ്. അപ്പോൾ അതിന് അദ്ദേഹം കുറേ ന്യായങ്ങൾ പറഞ്ഞു. അതൊക്കെ പബ്ലിക്കിൻ്റെ കയ്യിൽ ചെന്നു, പബ്ലിക്ക് നല്ല അടി കൊടുക്കുന്നു, അല്ലെ ട്രോളുന്നു എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അദ്ദേഹം പറയുന്ന ആത്മീയം ഫ്രീ അല്ല, ആത്മീയത്തിന് പേ ചെയ്യേണ്ടി വരും. ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ചപ്പറടിച്ചാൽ പേ ചെയ്യണം. സർക്കാർ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ പേ ചെയ്യണം. ഇതൊക്കെ ജഡികന്മാർ കേട്ടാൽ, ലോകക്കാർ കേട്ടാൽ എങ്ങനെ ഇരിക്കും? അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ലോകക്കാരുടെ കയ്യിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ വളരെ ഭയപ്പെടേണ്ട ഒരു കാലമാണിത്. ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ എന്നോടും കൂടെ പറയുന്നത്, വാക്കുകളെല്ലാം വാക്കുകളൊക്കെ അടർത്തി മാറ്റപ്പെടാം. അത് അതിൻ്റെ ഉദ്ദേശിച്ച അർത്ഥത്തിൽ നിന്നൊക്കെ വഴുതിപ്പോകാം. ആളുകൾ വേറെ രീതിയിലെടുക്കാം. ഇനി അതിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ദശാംശം എന്ന വിഷയം സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എടുക്കുന്ന വാക്യമാണത്. മത്തായി 5:22, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ വന്നത്. അതായത് പാപപരിഹാരത്തോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ യേശുക്രിസ്തുവോടെ ഫുൾഫിൽ ചെയ്യാണ്. അതിന് പകരം ദശാംശത്തിൻ്റെ കാര്യം പറയാനല്ല ആ വാക്യം ഉപയോഗിക്കുന്നത്. അതായത് ന്യായപ്രമാണത്തിൽ 613 കൽപ്പനയുണ്ട്. 613 കൽപ്പനയിൽ ഒരൊറ്റ കാര്യം, ദശാംശം മാത്രം പുറത്തെടുത്തുകൊണ്ട് വർത്തമാനം പറയാമെന്ന് പറയുമ്പോൾ അപ്പോൾ 612 കൽപ്പനയ്ക്കും പ്രാധാന്യമില്ലേ? അതിലൊരു കൽപ്പനയാണല്ലോ പിന്നെ പരിച്ഛേദന, അങ്ങനെ പലതുണ്ടല്ലോ. അപ്പോൾ അതൊന്നും വേണ്ടേ? അതിനൊക്കെ ആത്മീയ അർത്ഥം മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദശാംശം എന്ന് പറയുന്ന കാര്യമൊക്കെ വളരെ കൃത്യമായും വിസ്തരിച്ച് കൊരിന്ത് ലേഖനത്തിലും മറ്റ് ലേഖനങ്ങളിലൊക്കെ ഉണ്ടെന്നേ. അത് ഭംഗിയായിട്ട് ദൈവസ്നേഹത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. സൗരങ്ങളെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെയാണ് വേണ്ടത്, ഈ രീതിയിലാണ് പെരുമാറേണ്ടത് സഹോദരങ്ങളെന്ന് ഒരു പിതൃവാത്സല്യത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ മനസ്സുള്ളവരാണ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ.
പിന്നെ വലിയ ജഡികന്മാരൊക്കെ കൊടുക്കുമെന്ന് വെച്ചാൽ അവരുടെ ആർക്കും വേണ്ടല്ലോ. നമ്മൾ ഈ ടാബർനാക്കലിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്, നല്ല മനസ്സോടെ കൊണ്ടുവരുന്നവരോട് മേടിക്കാനാണ് മോശയോട് പറഞ്ഞത്. എല്ലാവരോടും കുത്തിപ്പിഴിഞ്ഞ് മേടിക്കാനല്ല പറഞ്ഞത്. നല്ല മനസ്സോടുകൂടി വഴിപാട് കൊണ്ടുവരുന്നവരോട് മേടിക്കാനാണ് പറയുന്നത്. പഴയ നിയമത്തിൽ പോലും അങ്ങനെ പറയുന്നെങ്കിൽ പിന്നെ പുതിയ നിയമത്തിൽ എങ്ങനെയായിരിക്കും? തികഞ്ഞ ദൈവസ്നേഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത്. ഓക്കെ, അതിലേക്കും പോകുന്നില്ല, അത് നമ്മുടെ ടോപ്പിക്കല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ദീർഘമായ കാലം ഈ സമാഗമന കൂടാരത്തിൽ യെരുശലേം ദേവാലയത്തിലും നടന്നുകൊണ്ടിരുന്ന ആ ബലികളുടെ പൂർത്തീകരണം കാൽവറിയിലെ ബലിപീഠത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മുടേത് ഗഹനമായ ടോപ്പിക്കാണ്. അതിനിടയിൽ ഇങ്ങനെ പെന്തക്കോസ്തുകാരുടെ കൺവെൻഷനും ദശാംശവും ഈ പറഞ്ഞതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധ മാറിപ്പോവും. കാരണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച എന്നോണം 1-2 വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ഗഹനമായ വിഷയമാണ്, വളരെ ഗഹനമായ വിഷയം. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. എനിക്ക് തൃപ്തിയായിട്ടില്ല. നിങ്ങളത് എത്രത്തോളം ഗ്രഹിച്ചെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ നിങ്ങൾ ഗ്രഹിച്ചു കാണും. പക്ഷെ മേലാൽ നമ്മളെ കേൾക്കുന്ന ആളുകൾ, അവർക്കും ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ഭാരം എൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഈ പറയപ്പെട്ട ബലിപീഠങ്ങളൊക്കെ നമ്മൾ ആത്മാവിൽ കാണണം. അതൊക്കെ കാൽവറിയിലെ ബലിപീഠത്തിൻ്റെ നിഴലുകളാണ്. അത്ര സൂക്ഷ്മതയോടെയാണ് ആ ബലിപീഠങ്ങളൊക്കെ മോശയും ശലോമോനൊക്കെ ഉണ്ടാക്കിയത്. ഭയത്തോടും വിറയലോടും കൂടെ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുടെ ഭാഗമാണ് 2 കള്ളന്മാരുടെ നടുവിൽ തൻ്റെ പുത്രൻ കാൽവറിയിൽ ബലിയായി തീരണമെന്നുള്ളത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെ ആ ബലിപീഠത്തിൽ കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പ്രൈസ് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കേട്ടൊരു സ്വരമില്ലേ നമ്മൾ, എല്ലാം നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം നിവൃത്തിയായി കൊടുത്തു കഴിഞ്ഞു, വിലയെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കർത്താവ് പിന്നത്തേതിൽ സ്വർഗാരോഹണം ചെയ്യുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അതിനോടുള്ള ബന്ധത്തിൽ തൻ്റെ അപ്പോസ്തലന്മാരെ കമ്മീഷൻ ചെയ്ത് പറഞ്ഞയക്കുകയാണല്ലോ. ഭൂതലമെമ്പാടും പോയി സുവിശേഷം അറിയിക്കണം. ആ സുവിശേഷത്തിലൂടെ, അതായത് ബലിപീഠം, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ബലിപീഠം വെക്കണം. കാൽവറിയിലെ ബലിപീഠം എന്ന് വെച്ചാൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് വെച്ചാൽ A to Z കാര്യങ്ങൾ അതിൽ വന്നു. ബദലഹേ മുതൽ ഗോൽഗോഥ വരെ വന്നു. അതിനപ്പുറത്തേക്കും കടന്നു പോകും. അപ്പോൾ ഇതെല്ലാം സവിസ്തരം പറഞ്ഞു കേൾപ്പിക്കണം. ലോകത്തോട് വിളിച്ചു പറയണം. പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം. അല്ലാതെ നിങ്ങളുടെ കടഭാരം മാറ്റുന്നുള്ളതിനല്ല സഹോദരങ്ങളെ പ്രാധാന്യം. നമ്മുടെ ഈ മെസ്സേജൊക്കെ കേൾക്കുന്ന ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ആശ്വാസകരമായ കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ എന്ന്. ഇതിലും വലിയ ആശ്വാസം എന്താ ഉള്ളത്? പാപത്തിൻ്റെ പടുകുഴി കിടക്കുന്ന സഹോദര അല്ലെങ്കിൽ സഹോദരി, നിന്നെ ഉദ്ധരിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ബലിപീഠത്തിൽ മനസ്സോടെ ഒരു യാഗമായി തീർന്നെന്നുള്ള സദ്വർത്തമാനം, അതല്ലേ സുവിശേഷ പ്രസംഗത്തിലൂടെ പറയേണ്ടത്. അത് ലോകത്തോട് വിളിച്ചു പറയണമെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മുഴു ലോകത്തോടും പറയണം ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച്, അല്ലേ? ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന മഹിമകൾ, വാഗ്ദത്തങ്ങൾ, നമുക്ക് വരാൻ പോകുന്ന ഭാവി മഹത്വം ഇത്യാദി കാര്യങ്ങളെല്ലാം ലോകത്തെ അറിയിക്കണം. ലോകത്തെ എന്ന് വെച്ചാൽ സുവിശേഷത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ ലോകക്കാരാണ്. പിന്നത്തേതിൽ അവരെ ലോകക്കാരെന്ന് വിളിക്കാൻ പറ്റില്ല, അവരെ ദൈവമക്കളെന്നാണ് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ലോകത്തോട് സുവിശേഷം പറഞ്ഞ് അവരെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരികയും ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നവരെ അവരെ ആ തികവിലേക്ക് നടത്തുകയും വേണം. അവരെ തികവിലേക്ക് നടത്തണം, ക്രിസ്തു എന്ന തലയോളം വളർത്തണം. അല്ലാതെ താൽക്കാലികമായ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവരെ രസിപ്പിച്ച് വിഭ്രമ ലോകത്തേക്ക് വിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് 1.5 മണിക്കൂർ തള്ളിവിട്ടാൽ പോരാ. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കണം. അക്ഷരം പ്രതി അങ്ങനെ തന്നെയാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചത്. മർക്കോസിൻ്റെ മാളികയിൽ പത്രോസ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടാണ് ദൈവസഭയുടെ ആദ്യത്തെ മീറ്റിംഗ്, അല്ലേ? പരിശുദ്ധ റൂഹ അവിടെ മേൽ ഇറങ്ങി വരികയും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കുകയും ചെയ്യുകയാണ്. പുതിയ നിയമ സഭയുടെ വിളംബരം ലോകം കാണുമാറ് കേൾക്കുമാറ് സഭ അവിടെ നിന്ന് ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. അപ്പോസ്തലന്മാരെല്ലാവരും, പിന്നത്തേതിൽ ആ ഭാഗത്തേക്ക് വന്ന പൗലോസ് ലോകമെമ്പാടും കടന്നുപോയി ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അതായത് ക്രൂശ് എല്ലാ സ്ഥലത്തും വെളിപ്പെടുത്തി. അല്ലെങ്കിൽ ആ ബലിപീഠം അവർ സെറ്റ് ചെയ്തു ജനത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ. ബലിപീഠം സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ബലിപീഠത്തിൽ തകർക്കപ്പെട്ട യാഗമൃഗത്തെ കാണാം. തകർക്കപ്പെട്ട യാഗമൃഗത്തെ ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ അടുക്കടുക്കായിട്ട് വിറക് വെച്ചിരിക്കുന്നു. അതിന് മുകളിലേക്കാണ് ഈ
യാഗമൃഗത്തെ, തോലുരിച്ച യാഗമൃഗത്തെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കിയ, വെള്ളത്തിൽ കഴുകിയ, ഊനമില്ലാത്ത യാഗമൃഗത്തെ കൊണ്ടുവന്ന് അർപ്പിച്ചിരിക്കുന്നത്. തീ കത്താൻ പോവുക, തീ കത്തുകയാണ്, കത്തി ഒടുക്കം ചാമ്പലാകുകയാണ്, ചാരമാകുകയാണ്. ഈ കാഴ്ചയെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ജനത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കണം. സുവിശേഷകരുടെ ഉത്തരവാദിത്തമാണ്. അതിന് പകരം ഇന്ന് സുവിശേഷകരെന്ന് പറയുന്നവർ എന്താ കാട്ടിക്കൂട്ടുന്നത്? ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ അങ്ങനെ ജയകരമായി മുൻപോട്ട് പോയി. പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലെന്നല്ല. ആദ്യത്തെ 3 നൂറ്റാണ്ടിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ തന്നെയുള്ള പ്രതിസന്ധികൾ ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. 1-ാം നൂറ്റാണ്ടിൽ തന്നെ, അതായത് സഭയാം നൗക ആടി ഉലയുമാറ് തുടക്കത്തിൽ തന്നെ പരിച്ഛേദനാവാദം എന്നൊരു വിഷയം വന്നു. പിന്നീട് അങ്ങനെ അസംഖ്യം വിഷയങ്ങൾ കടന്നു വന്നു. 2-ാം നൂറ്റാണ്ടിലേക്കും 3-ാം നൂറ്റാണ്ടിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഇതുപോലത്തെ പല പല വാദങ്ങൾ, അതായത് പലതരം ആശയങ്ങൾ, പലതരം വാദങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. ഇവിടെ മേശമേൽ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരിൽ ഒരുവനാണ് നിക്കോലാവ്. ആ നിക്കോലാവ് തന്നെ പിന്നീട് തലതിരിഞ്ഞ വഴിയിലേക്ക് പോയി. പൗലോസിൻ്റെ സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ടവനായിരുന്നു ദേമാസ്. ആ ദേമാസ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. അതുപോലെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണുന്നതാണ് ഹുമനിയോസും ഫിലേത്തോസും. അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി എന്നാണ് കാണുന്നത്. അങ്ങനെ വേറെ പലരെയും കുറിച്ചും കാണാൻ കഴിയും. അവരെയൊക്കെ നമുക്ക് പിന്നാലെ കാണാനായിട്ട് ഉത്സാഹിക്കാം. പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. ഞാനൊരു ഹൃദയഭാരത്തോടു കൂടി, ഒരു ആത്മഭാരത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പാകെ വിഷയം അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഈ ബലിപീഠ മുൻപിൽ വെച്ചിട്ടാണ് ഇവരുടെ ശുശ്രൂഷകളെല്ലാം. അതായത് ശുശ്രൂഷകളിൽ ഏറ്റവും ഗൗരവമായ വിഷയം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പൗലോസിൻ്റെ 1-ാം മിഷൻ യാത്രയിൽ നോക്കി താൻ അങ്ങനെ മെഡിറ്ററേനിയൻ സീയിലൂടെ സഞ്ചരിച്ച് മുൻപോട്ട് വന്ന, അതായത് കുപ്രോസ് ദ്വീപും കടന്ന് പിന്നെയും മുൻപോട്ട് പോയി ഫ്രുഗ്യ വഴി ഗലാത്യ പ്രൊവിൻസിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ദേശങ്ങളിലെല്ലാം അറിയിച്ചത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ്. പിന്നത്തേത് ലേഖനം എഴുതുമ്പോൾ ഗലാത്യരോട് പറയുന്നില്ലേ, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിലല്ലേ ഞാൻ വരച്ചു വെച്ച് തന്നത്, ഇന്നെന്ന പോലെ പൂർവ്വ പ്രവാചകന്മാരാൽ പറയപ്പെട്ട ആ മെഷിക, വാഗ്ദത്തത്തിൻ്റെ മെഷിക കാൽവറിയിലെ ബലിപീഠത്തിൽ ബലിയായി തീർന്നെന്നുള്ള കാര്യം അക്കമിട്ട് നിരത്തി എല്ലാ നിലയിലും നിങ്ങളുടെ മുമ്പിൽ വരച്ചു വെച്ച് തന്നില്ലേ? എന്നിട്ടും നിങ്ങളെ ഇത്ര വേഗം ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർന്നല്ലേ ചോദിക്കുന്നത്? നോക്കണം, നിസ്സാര സമയത്തിനുള്ളിൽ മനുഷ്യൻ വഴുതി പോവുകയാണ്. അങ്ങനെയെങ്കിൽ 100, 200, 500 കൊല്ലമൊക്കെ കഴിഞ്ഞാലോ? 1-2 കൊല്ലമേ ആയിട്ടുള്ളൂ പൗലോസ് ചെന്ന് ഈ ശുശ്രൂഷകളൊക്കെ അവിടെ പൂർത്തീകരിച്ച് 1-ാം മിഷൻ യാത്ര കംപ്ലീറ്റ് ചെയ്ത് അന്ത്യോക്യയിലേക്ക് മടങ്ങിയെത്തിയിട്ട്. അന്ത്യോക്യയിലേക്ക് എത്തിയിട്ട് ഒന്ന് നീണ്ടു നിവർന്ന് കിടന്നിട്ടില്ലെന്ന് മുൻപൊരു മെസ്സേജിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ? പൗലോസേ കയ്യും കാലും ഒക്കെ കഴുകിയിട്ട് വന്ന് ഒന്ന് നീണ്ടു നിവർന്ന് കിടന്ന് ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും വിവരങ്ങൾ അറിയാണ്, ഗലാത്യയിലെ ഭക്തന്മാർ താൻ അറിയിച്ച സുവിശേഷ നിമിത്തം സമർപ്പിതരായി മുൻപോട്ട് വന്ന് പിന്നത്തതിൽ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് ആത്മസ്നാനമൊക്കെ പ്രാപിച്ചവർ ഇപ്പോൾ എവിടെന്നോ ആരൊക്കെയോ വന്നപ്പോൾ, എവിടെന്നല്ല, യെരുശലേമിൽ നിന്ന് തന്നെയാണ് വന്നത്. അതല്ലേ രസം. യെരുശലേമിൽ നിന്ന് വന്ന ആളുകൾ പറയുകയാണ് പരിച്ഛേദനയും കൂടെ ഉണ്ടെങ്കിലേ കാര്യം സെറ്റാകുകയുള്ളൂ എന്ന്. അപ്പോഴത്തേക്കും അവരങ്ങ് മറിഞ്ഞുപോയി. അതായിരുന്നു അന്നത്തെ അന്തരീക്ഷം. നിസ്സാര സമയം. എത്ര സമയമുണ്ടെന്ന് നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മതി. 1-2 കൊല്ലത്തിനിടയിൽ സംഭവിച്ച കാര്യമാണ്. 1-2 കൊല്ലത്തിനിടയിലാണ് ഈ ഷോർട്ട് പീരീഡിൽ ഈ മനുഷ്യർ മറിഞ്ഞുപോയി. അങ്ങനെയെങ്കിൽ മലയാളക്കരയിൽ ഭാരതദേശത്ത് പെന്തക്കോസ്റ്റ് മൂവ്മെൻറ്റ് ആരംഭിച്ചിട്ട് 100 ചില്ലുവാനും വർഷങ്ങളായി. അപ്പോൾ ആരംഭകാലത്ത് പറഞ്ഞതാണോ ഇപ്പോൾ പറയുന്നത്? ആണോ? ചിന്തിച്ചു നോക്കി. ആരംഭകാലത്ത് പറഞ്ഞതും അനുവർത്തിച്ചതുമായ കാര്യങ്ങളാണോ ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ? നമ്മുടെ പ്രസംഗർ പ്രസംഗിക്കുന്നതും നമ്മൾ ധ്യാനിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണോ? ഞാൻ പറഞ്ഞതെന്താ, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ അങ്ങനെ മുന്നോട്ട് പോയതാണ്. അങ്ങനെ മുൻപോട്ട് പോയ സഭ പിന്നത്തേത് ഇരുളിലേക്ക് നടന്നു കയറി. 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഈ ബലിപീഠം എടുത്തു മാറ്റി. ഈ വിഷയം എങ്ങനെയാണ് നമ്മൾ ധ്യാനിച്ചത്? സമയമില്ലാത്തതുകൊണ്ടൊക്കെ ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയായിരുന്നു. മുൻകാലത്തത് കൂടുതൽ വിശദീകരിച്ചതാണല്ലോ എന്നൊക്കെ ഓർത്താണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ കേൾവിക്കാർക്ക്, അതായത് പിന്നത്തേതിൽ കേട്ടവർക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. വലിയ ഗഹനമായ കാര്യമല്ലേ? 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ദയമില്ലാതെയാണ് ദൈവത്തിൻ്റെ അഭിഷിക്തനായ ആഹാസ് ആ ബലിപീഠം എടുത്തു മാറ്റുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി ആ ബലിപീഠം എടുത്ത് വടക്കു വശത്തേക്ക് വെക്കുകയല്ലേ ചെയ്തത്? ക്രൂരമായ കാര്യമല്ലേ? നമ്മൾ അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച അതൊന്നും വായിച്ചില്ലെന്നേ ഉള്ളൂ,
താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ യെരുശലേം ദേവാലയത്തിൽ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ 10 തൊട്ടികളുണ്ട്. അതായത് വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന 10 തൊട്ടികൾ ശുദ്ധീകരണത്തിനുള്ളതാണ്. ആ തൊട്ടികൾ ഇരിക്കുന്നത് ഒരു പ്രത്യേക പീഠത്തിലാണ്. അപ്പോൾ ആ പീഠത്തിൻ്റെ ചട്ടപ്പലയൊക്കെ ആഹാസ് ഉടച്ചു കളഞ്ഞു, അതെല്ലാം തകർത്ത് കളഞ്ഞു. ശുദ്ധീകരണത്തിൻ്റെ പാത്രവും തകർത്ത് കളഞ്ഞു. അതുപോലെ അവിടെ പുരോഹിതന്മാരുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ താമ്രക്കടലിരിപ്പുണ്ട്. താമ്രക്കടൽ അഥവാ മോൾട്ടൻ സീ. ആ താമ്രക്കടലും താനെടുത്ത് താഴെ വെച്ചു. അതായത് ഈ താമ്രക്കടൽ 12 കാളകളുടെ മുതുകിലാണ് ഇരിക്കുന്നത്. 12 കാളകൾ. അത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓടിച്ചു പറയാം. അപ്പോൾ അത് ആഹാസ് എടുത്ത് താഴെ വെച്ചില്ലേ? 2 കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു, ശരിക്കും 3 കാര്യം. ഒന്നാമത് താന് ബലിപീഠം എടുത്ത് മാറ്റി. രണ്ടാമത് താന് ഈ താമ്രക്കടൽ കാളകളുടെ മുതുകത്തിന് എടുത്ത് മാറ്റി. മൂന്നാമത് അതിൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്ന ആ തൊട്ടികൾ, അതായത് ശുദ്ധീകരണത്തിന് വേണ്ടി വെള്ളം വെച്ചിരിക്കുന്ന തൊട്ടികൾ, ആ തൊട്ടികളും അതിൻ്റെ ചട്ടപ്പലകയെല്ലാം ഉടച്ചു കളഞ്ഞിട്ട് അതെല്ലാം താറുമാറാക്കി. അപ്പം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ബലിപീഠം എടുത്ത് മാറ്റുക എന്ന് വെച്ചാൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സഭ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് അതൊക്കെ വിട്ടുകളഞ്ഞു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയൊക്കെ പതിയെ മാറ്റിവെച്ചു. പിന്നത്തേതിൽ താമ്രക്കടൽ താഴെ വെച്ചു എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആ താമ്രക്കടൽ കാണിക്കുന്നത് എന്താ? ആ 12 കാളകൾ 12 അപ്പസ്തലന്മാരെ കാണിക്കുന്നു. ആ താമ്രക്കടലിരിക്കുന്നത് ആ കാളകളുടെ മുതുകിലാണ്. അതായത് വിശ്വാസ സ്നാനം എന്ന് പറയുന്ന ഒരു അപ്പസ്തോലിക ഉപദേശമാണ്. വിശ്വാസ സ്നാനം ഹോൾഡ് ചെയ്തുകൊണ്ടാണ് അപ്പസ്തലന്മാർ ചരിത്രത്തിൽ സഞ്ചരിച്ചത്. ആ ഉപദേശത്തെയാണ് അവർ കൈമാറി തന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം, ദെൻ വിശ്വാസ സ്നാനം. യാഗപീഠത്തിൽ എന്താ കാണുന്നത്? വിശ്വാസത്താലുള്ള നീതീകരണം. ദെൻ താമ്രക്കടലിലേക്ക് വരുമ്പോൾ എന്താണ്? വിശ്വാസ സ്നാനം. അത് കഴിഞ്ഞു ദിവസേനയുള്ള ശുശ്രൂഷകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ തൊട്ടി ഉടച്ചു കളയുക എന്ന് പറയുമ്പോഴോ, അതായത് ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളെല്ലാം ഉടച്ചു കളഞ്ഞു. പിന്നത്തേത് നമ്മൾ ചരിത്രത്തിൽ കേൾക്കുന്നത് എന്താ? വേദപുസ്തകം വായിക്കാനായിട്ട് സാമാന്യ ജനത്തിന് അനുവാദം കൊടുക്കാതെ അന്നത്തെ സഭ, അതായത് അന്നത്തെ സഭ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സഭയേ ഉള്ളൂ, സാർവത്രികമായ ഒരേ ഒരു സഭ. ആ സഭ ജനത്തിന് ബൈബിൾ വായിക്കാനുള്ള അനുവാദം പോലും കൊടുത്തില്ല. വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിക്കേണ്ട, നിങ്ങൾ തെറ്റിപ്പോകും. പരിശോധിച്ചാൽ തെറ്റിപ്പോകുന്ന അവർ പറയുന്നത്. ഗുണത്തിന് വേണ്ടിയാണ് ചെയ്തത്, ഗുണത്തിന് വേണ്ടി, ദോഷത്തിന് വേണ്ടിയൊന്നുമല്ല. പക്ഷെ അത് ദോഷമായി പോയി എന്ന് മാത്രം. അവർ ചിന്തിച്ച് എന്താ? ഈ കാര്യങ്ങളുടെ മൊത്തക്കച്ചവടം ഞങ്ങളുടെ കയ്യിലാണ്, നിങ്ങളിത് തന്നെത്താനെ ഒന്നും കൈകാര്യം ചെയ്യാൻ പ്രാപ്തരല്ല. ഞങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി അതാത് സമയത്ത് നിങ്ങളിങ്ങനെ കിടന്ന് തന്നാൽ മതി, കാലയിൽ കിടന്ന് തന്നാൽ മതി. കണ്ടിട്ടില്ലേ കാലയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ സ്പൂണിൽ ഒഴിച്ചു കൊടുക്കുന്നത്? അങ്ങനെ സ്പൂണിൽ ഒഴിച്ച് ഞങ്ങൾ തന്നോളാം. അങ്ങനെ സ്പൂണിൽ എന്തൊക്കെയോ ഒഴിച്ചു കൊടുത്തു, അത് വായിലും പോയില്ല, അതിലേക്ക് പോയി. അങ്ങനെ നൂറ്റാണ്ടുകൾ എല്ലാം അനാരോഗ്യവാന്മാരായി ഇരുളിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 3 പ്രധാനപ്പെട്ട കാര്യം മറക്കണ്ട. 3 പ്രധാനപ്പെട്ട കാര്യം ആരാ എന്താ ചെയ്തതാ? ആഹാസ് ഉടച്ചു കളഞ്ഞ കാര്യങ്ങൾ. സെയിം കാര്യങ്ങൾ ചരിത്രത്തിൽ സംഭവിക്കാനുള്ളതാണ്. ചരിത്രത്തിൽ സംഭവിച്ചു 3 നൂറ്റാണ്ടിന് ശേഷം. ആ കാര്യങ്ങളുടെ എല്ലാം ഒരു യഥാസ്ഥാപനം പിന്നീട് ചരിത്രത്തിൽ സംഭവിക്കുകയാണ്. അതിന് നന്ദി കുറിച്ചോണം മാർട്ടിൻ ലൂതറിനെ രംഗത്ത് കൊണ്ടുവന്നു. മാർട്ടിൻ ലൂതർ വന്നിട്ട് അത്ഭുതം ചെയ്തു എന്നൊന്നും ചിന്തിക്കേണ്ട. പക്ഷേ അന്നത്തെ ആ കത്തോലിക്ക സഭയെന്ന് പറയുന്ന സംവിധാനത്തോട് പൊരുതി അദ്ദേഹം പുറത്തു വന്നെന്നൊക്കെ നമ്മൾ ചില ബുക്കുകളിലൊക്കെ ഇങ്ങനെ വായിക്കും. മാർട്ടിൻ ലൂതർ വിപ്ലവകാരിയായിട്ട് പുറത്തു വന്നതൊക്കെ. മാർട്ടിൻ ലൂതർ തൻ്റെ സ്വന്തം ജീവനെടുത്ത് ഉള്ളം കൈ പിടിച്ചുകൊണ്ടായിരിക്കും ഓടിയത്. ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലായിരുന്നു അന്നുള്ളത്. അന്നുള്ള മാർപ്പാപ്പ എന്ന് പറയുന്നത് സർവ്വപ്രതാപിയായിരുന്നു, കൊല്ലാൻ അധികാരമുള്ള മനുഷ്യൻ, സകലത്തിൻ്റെയും അധികാരി, മുഴുലോകത്തെയും ഭരിക്കുന്നയാൾ. മുഴുലോകത്തെയും ഭരിക്കുന്ന പല ചക്രവർത്തിമാരല്ലേ? നോ. ചക്രവർത്തിമാരൊക്കെ ഓരോരോ ഏരിയ ഭരിക്കുന്നുണ്ടെങ്കിലും ചക്രവർത്തിനെയൊക്കെ അഭിഷേകം ചെയ്യുന്നത് മാർപ്പാപ്പയല്ലേ? മാർപ്പാപ്പയുടെ ഇംഗിതത്തിന് വിരോധമായി ഏത് ചക്രവർത്തിക്ക് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്, കിരീടം വയ്ക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ ഭരിച്ചുകൊണ്ടിരുന്നത് പോപ്പുമാരാണെന്ന്. പോപ്പുമാരുടെ വിലാസമല്ലോ ലീലാവിലാസങ്ങളൊക്കെ നിങ്ങൾക്ക് 264 മാർപ്പാപ്പന്മാരെന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ CVR കൂടപ്പുഴ എന്ന് പറയുന്ന മംഗലപ്പുഴ സെമിനാരിയിലെ റെക്ടർ അച്ഛൻ എഴുതിയ ആ പുസ്തകം വായിച്ചാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതാ കാലഘട്ടം, അതിൻ്റെ ചരിത്രം. എനിവേ, അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഈ സംവിധാനത്തെ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്ന് ഒരു പുതിയ ക്രമത്തിലേക്ക് നയിക്കുകയാണ്.
നവീകരണത്തിൻ്റെ ഒരു ആരംഭം കുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നത്തേതിൽ നവീകരണം മൂർധന്യത്തിലേക്ക് വന്നു. അതതിൻ്റെ പാരമ്യത്തിലേക്ക് വരുന്നതാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം. എന്ന് വെച്ചാൽ പെന്തക്കോസ്റ്റ് മൂവ്മെൻ്റ് ആരംഭിക്കുകയാണ്. അവിടെ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ വീണ്ടും ഉയർത്തുകയാണ്. ക്രൂശിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കപ്പെടുകയാണ്. അത് ഓരോ മനുഷ്യരുടെയും അസ്ഥിയിലും മജ്ജയിലും മാംസത്തിലും ഒക്കെ പിടിച്ചിട്ട് അവരായിരിക്കുന്ന രാജ്യങ്ങൾ, ദേശങ്ങൾ വിട്ട് അടുത്തടുത്ത ദേശങ്ങളിലേക്ക്, വളരെ വിദൂരതയിലേക്ക് പോകാനായിട്ട് വെമ്പൽ കൊണ്ടുകൊണ്ട് സുവിശേഷത്തിൻ്റെ ദൂതുവാഹിയുമായി അവർ അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ചു. അങ്ങനെ പലരും, അതായത് തോമസ് ബാരറ്റ്, മേരി ചാപ്മാൻ, RF കുക്ക് എന്നു വേണ്ട അങ്ങനെ എത്രയോ ഭക്തന്മാർ, അവർക്ക് മുമ്പ് ബ്രദറൻ മൂവ്മെൻറ്റിലുള്ള ഭക്തന്മാരായ സുവിശേഷകർ, അവരും കടന്നു വന്ന് സുവിശേഷം അറിയിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒത്തിരി പേര് വന്ന് സുവിശേഷം അറിയിച്ചു. നമ്മുടെ നാട്ടിൽ സുവിശേഷം അറിയിച്ച ഭക്തനായൊരു മനുഷ്യനാണ് നാഗൽ സാഹിബ്. അതുപോലെ എത്രയോ പേരാണ്. അതിനു മുമ്പ് സുറിയാനി സഭകളുടെ നടുവിൽ കടന്നു വന്ന് നവീകരണത്തിന് തിരികൊളുത്തിയ 3 മിഷണറിമാരുണ്ട്. ജോസഫ് എന്നും ജോസഫ് പിറ്റും പിന്നെ ഹെൻറി ബേക്കറും. അങ്ങനെ പലരും നമ്മുടെ നാട്ടിൽ മലയാളക്കരയിൽ കടന്നു വന്ന് സുവിശേഷം അറിയിച്ച ചരിത്രങ്ങളുണ്ട്. അതിൻ്റെ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ പെന്തക്കോസ്റ്റ് മൂവ്മെൻ്റ് ആരംഭിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചു. വിശ്വാസത്താലുള്ള നീതീകരണം, അതുപോലെ വിശ്വാസ സ്നാനം, അതുപോലെ ആത്മസ്നാനം, ജയകരമായ ക്രിസ്തീയ ജീവിതം, വെളിപ്പാടുകൾ, അതായത് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ, മരണാനന്തര ജീവിതം, നിത്യത, പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്നു വേണ്ട സമസ്ത മേഖലകളും വെളിപ്പാടുകൾ തുറക്കപ്പെടുകയായിരുന്നു. അതായത് അമ്പരചുംബികളായ പള്ളികളും തങ്ങളുടേതായ കംഫർട്ട് സോണുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, പള്ളി ഒരു സൈഡിൽ, മറു സൈഡിൽ തങ്ങളായിരിക്കുന്ന അവസ്ഥ, ആ കംഫർട്ട് സോണുകളെല്ലാം വിട്ടുകൊണ്ട് ക്രിസ്തു നിമിത്തം കഷ്ടം സഹിക്കാനും നിന്ന വഹിക്കുവാനും പാകത്തിന്, ആ ക്രൂശ് ചുമക്കാൻ പാകത്തിന് ജനം ഇറങ്ങി വരികയാണ്. മലയാളക്കരയിലെ ഉണർവിൻ്റെ ഒരു കാലമായിരുന്നു അത്. അങ്ങനെ ജനം ഇറങ്ങി വന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ തമാശ രൂപേണ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഇറങ്ങി വന്ന കാലത്ത് അമേരിക്കയിലെ മദാമ്മ ചെന്നൈയിൽ കോൺസുലേറ്റ് സ്ഥാപിച്ചിട്ടില്ല. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കാനുള്ള യജ്ഞത്തിലൊക്കെ ആയിട്ടേ ഉള്ളൂ. വിമാനമൊന്നും അങ്ങനെ കാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ പറക്കാൻ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉദേശിമാരുടെ പ്രസംഗം, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഇതായിരുന്നു പെന്തിക്കോസ്തിൻ്റെ മുദ്രാവാക്യം. യേശു ക്രിസ്തു മഞ്ഞ് പെയ്യുന്ന രാജ്യത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും, സഹോദരങ്ങളെ കടന്നു വരുവിൻ, ഒന്ന് വെച്ചാൽ 2 കിട്ടും. ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും പെന്തിക്കോസ്തിലില്ലായിരുന്നു. പെന്തക്കോസ്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ മലയാളക്കരയിൽ വിശ്വാസ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ച പലർക്കും നഷ്ടങ്ങളുടെ കണക്കേ പറയാനുള്ളൂ. കുടുംബസ്വത്ത് നഷ്ടപ്പെട്ടവർ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവർ, നിന്ദിതരായവർ, അപമാനിതരായവർ എന്നു വേണ്ട അങ്ങനെ പലതും പലർക്കും പറയാനുണ്ട്. ഇറങ്ങി വന്നവരുടെ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ അവർ പെടാപ്പാട് വിട്ടു. കാരണം അങ്ങനെ വ്യാപകമായിട്ട് വിശ്വാസികളില്ലല്ലോ. തുടക്ക കാലഘട്ട പെൺകുട്ടികളെ ആരെ കൊണ്ട് കെട്ടിക്കും? ഈ അടുത്ത കാലത്തൊരു ഉപദേശി പറഞ്ഞ പോലെ, തങ്കൂൻ്റെ കൂട്ടത്തിൽ നിന്നൊരു ചെറുക്കനെ കിട്ടിയായിരുന്നേൽ അവിടെയാണേലും നമുക്ക് കെട്ടിച്ചു കൊടുക്കാമായിരുന്നെന്ന്. തിരക്കേടില്ലായിരുന്നു. അന്നത്തെ കാലത്തെ ആൾക്കാരാണെങ്കിലോ ഓടിക്കും അങ്ങനത്തെ വർത്തമാനമൊക്കെ പറഞ്ഞു തന്നാൽ. അതിനാണോ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നത്? ഈ പറഞ്ഞ പുള്ളികളുടെ കൂട്ടത്തിൽ കെട്ടിച്ചു കൊടുക്കാനാണോ അവർ ഇത്ര കഷ്ടപ്പെട്ട്, ഇത്ര നിന്ന സഹിച്ച് ഈ ക്രൂശെടുത്തുകൊണ്ട് ഈ മരിയാത്ര നടത്തുന്നത്? ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കാനാ? അതിനാണോ? അതാണ് ഈ കെട്ടിച്ചു കൊടുക്കുന്ന മോൾക്ക്, ഈ പെൺകുട്ടികൾക്ക് അവർക്കൊരു നിത്യതയില്ലേ? അവർക്ക് പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേമിലൊന്നും എത്തണ്ടേ? അതെ, അവർ കീഴേ പാതാളത്തിലേക്ക് പോയാൽ മതിയോ? കല്യാണത്തോടു കൂടി അവർ കീഴേ പാതാളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. കല്യാണത്തിൻ്റെ അന്ന് മുതലല്ല, കാരണം പിന്നെ ചെല്ലുന്ന സ്ഥലം എവിടെയാണ്? ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നവരുടെ കൂട്ടത്തിൽ, നേരമ്പോക്കുകാരുടെ കൂട്ടത്തിൽ, ക്രൂശ് എറിഞ്ഞു കളഞ്ഞവരുടെ കൂട്ടത്തിൽ, ചട്ടപ്പലകളെല്ലാം ഉടച്ചു കളഞ്ഞവരുടെ നടുവിലേക്ക്. ശുദ്ധീകരണത്തെക്കുറിച്ച് അത്തരക്കാരുടെ ഇടയിൽ എന്ത് പ്രസംഗങ്ങളാണ് ഉള്ളത്, എന്ത് പഠിപ്പീരാണ് ഉള്ളത്? ശുദ്ധീകരണം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ലെന്നാണ് നമ്മളത് അടിവരയിട്ട് പറയല്ലേ. അപ്പോൾ എന്താ സഹോദരങ്ങളെ പറഞ്ഞു വന്നതിൻ്റെ സാരം?
ആദ്യ 3 നൂറ്റാണ്ടിൽ ശോഭയോടെ നിന്ന സഭ പിന്നത്തേതിൽ അത് ലോകമയത്വത്തിലേക്ക് പോയതും അതിൻ്റെ ഒരു തലതിരിഞ്ഞ പൗരോഹിത്യ ശ്രേണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതും മനുഷ്യർ തിരുവെഴുത്തുകളിൽ നിന്ന് അകന്നു പോയതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലേക്ക്, ആ സ്പർശനത്തിലേക്ക് ജനം അടുത്തു വരുന്നില്ല, ജനം അകന്നുപോയി. അങ്ങനെ ഒരു കാലം. ആ കാലത്തിന് ശേഷമാണ് ഈ പറഞ്ഞതുപോലെ ജനത്തെ ആകർഷിച്ച് ഘട്ടം ഘട്ടമായി നവീകരണം പൂർത്തീകരിക്കുകയാണ്. പിന്നീട് അത് അതിൻ്റെ പാരമ്യത്തിൽ പൂർവീകരണത്തിലേക്ക്, മാളിക മുറിയിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കായിരുന്നു പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ആരംഭിച്ചപ്പോൾ. മാളിക മുറിയിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക് പത്രോസിൻ്റെ പ്രസംഗം പോലെയല്ലായിരുന്നു ആദിമ പിതാക്കന്മാർ പ്രസംഗിച്ചിരുന്നത്. അതുപോലെ പ്രസംഗം കേട്ട് വന്നവരെ അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസ ഏൽപ്പിച്ചു, കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിച്ചു. അവർ സാക്ഷികളായി വിശുദ്ധ ജീവിതം നയിച്ചു. ദേശത്തിൻ്റെ നടുവിൽ സൗരഭ്യം പരത്തി. നിശ്ചയമായും ദേശത്തിൻ്റെ നടുവിൽ സൗരഭ്യം പരത്തി. കാരണം അവരുടെ ജീവിതം ബലിപീഠത്തിലായിരുന്നു. അതായത് സുഗന്ധവർഗ്ഗങ്ങൾ തീയുമായിട്ട് സ്പർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി സൗരഭ്യം വരും. അതുപോലെ വിശുദ്ധന്മാരുടെ ജീവിതം തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സൗരഭ്യം വെളിപ്പെട്ടു. മലയാളക്കരയിലെ ജനമെല്ലാം അത്ഭുതപ്പെട്ടു പോയി, അതിശയിച്ചു. ഇത് എന്ത് സൈസ് മനുഷ്യരാണ്! ഇവിടെ സുറിയാനി ക്രിസ്ത്യാനികളുണ്ടല്ലോ, ഇവിടെ ലത്തീൻ ക്രിസ്ത്യാനികളുണ്ടല്ലോ, അങ്ങനെ പലരും ഇവിടെ ഉണ്ടല്ലോ, പോരാത്തതിന് റോമൻ മതക്കാരിവിടെ ഉണ്ടല്ലോ. ഇവർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത എന്താണ് ഈ കൂട്ടർക്ക് എന്ന് ചോദിക്കാനിടയായി. അതായത് കോടതിയില്ല, കേസില്ല, ബുക്കാറില്ല, പോലീസില്ല, പട്ടാളമില്ല, ഒന്നുമില്ല. അത് തന്നെയല്ല, അന്നത്തെ കാലത്ത് വിശുദ്ധന്മാർ അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് ഡയൽ ചെയ്യില്ല. 108 ആംബുലൻസ് പെട്ടെന്ന് വരും, ഞാനിപ്പോൾ ചാവും, അങ്ങനെ 108 ഡയൽ ചെയ്യുന്നൊരു പരിപാടി കുറവായിരുന്നു അന്ന്. അങ്ങനെ 108 ആംബുലൻസേ ഡയൽ ചെയ്ത് വിളിച്ചു വരുത്തുന്ന പരിപാടി വളരെ കുറവായിരുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ, വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചവർ, പിന്നീട് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകാൻ ആരംഭിച്ചു. അങ്ങനെ ആത്മനദിയിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ജനം എങ്ങനെ വന്നതാണെന്ന് ഓർത്തു നോക്കിയ സഹോദരങ്ങളെ. ആ സംഭവത്തെ ടോട്ടലി ഹൈജാക്ക് ചെയ്തു. ദമ്മേശേക്കിലെ ആൾക്കാരും ആശൂറും എന്ന് വേണ്ട എല്ലാവരും കൂടി ആ ബലിപീഠം എടുത്തങ്ങ് മാറ്റിവെച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരും അതിനെക്കുറിച്ച് അറിവുള്ളവരുമായ ആളുകൾക്ക് ഹൃദയഭാരം ഉണ്ടാകും. ആ ഹൃദയഭാരത്തിൽ നിന്നാണ് അവർ പലതും പറയുന്നത്. സഹോദരങ്ങളെ, ഈ കേൾക്കുന്നതൊന്നും സത്യമല്ല, ഇതൊന്നും സത്യവചനമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമല്ല, ഇത് മനുഷ്യൻ്റെ വചനമാണ്. ഇതൊന്നും ഉയരത്തിലെ ചിന്തകളല്ല, കേവലം ഭൂമിയിലെ ചിന്തകളാണ്. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളാണ് ചുറ്റും ഈ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവർ ഹൃദയഭാരത്തോടുകൂടി ജനത്തോട് വിളിച്ചു പറഞ്ഞു. പറയാതെ നോക്കുമോ? അങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കാർ പറയാ, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെല്ലാം വെറും വിമർശനങ്ങളല്ലേ? യേശു കർത്താവ് എത്ര സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് എന്താ അങ്ങനൊരു സ്നേഹമില്ലാത്തത്? യേശു കർത്താവ് സ്നേഹത്തോടെ സംസാരിച്ചു, നിങ്ങൾക്ക് സ്നേഹമില്ലെന്നോ? അപ്പോൾ ദൈവസ്നേഹത്തിലല്ലേ എന്നെപ്പോലെയുള്ള ആളുകൾ ഈ സംസാരിക്കുന്നത്? ഉഗ്ര കോപത്തോടെയാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിലെ വാഞ്ച എന്താ? ആ ക്രൂശ് വെളിപ്പെട്ട് വരണം. ജനം ആകർഷിക്കപ്പെടേണ്ടത് ക്രൂശിങ്കിലേക്കാണ്. ജനം ഏതെങ്കിലും ഉപദേശിയിലേക്ക് ആകർഷിക്കപ്പെടുകയല്ല വേണ്ടത്. നമ്മുടെ കൺമുമ്പിൽ ഇന്ന് കാണുന്ന സോക്കോൾഡ് ഉപദേശിമാരുണ്ടല്ലോ, വലിയ പ്രതാപികളായ ഉപദേശിമാർ, ജനത്തെ അങ്ങോട്ടാണ് ആകർഷിക്കുന്നത്, അവരിലേക്കാണ് ആകർഷിക്കുന്നത്. അവരിലൂടെ വലിയ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർക്ക് തെറ്റാവരമുണ്ടെന്നുള്ള ഒരു പ്രചരണത്തിലേക്ക് പോകുന്നു. അയ്യോ അഭിഷിക്തനാണ്, മിണ്ടിപ്പോകരുത്, അയ്യോ എന്നൊക്കെയാണ് പറയുന്നത്. അതേസമയം നമ്മുടെ നേരെ നോക്കിയിട്ട് ആളുകൾ പറയുന്നത്, നിങ്ങൾ വിമർശകരാണോ, നിങ്ങൾ അതിനുവേണ്ടി ജനിച്ചതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വേറെ ചിലരൊക്കെ നമ്മുടെ മെസ്സേജിനടിയിൽ വന്ന് പലപ്പോഴും കമൻറ്റ് ചെയ്തൊരു കാര്യം ഞാൻ ഓർക്കുക, സന്ദർഭവശാൽ അത് പറയാം. അവരൊക്കെ പറയുന്നത് യേശുക്രിസ്തു എത്ര കമ്പാഷനോടുകൂടിയാണ് സംസാരിച്ചത്, യേശുക്രിസ്തു ആരെയും വിഷമിപ്പിച്ചിട്ടില്ല, യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങളൊക്കെ പ്രസംഗിക്കാൻ വാ എന്നൊക്കെയാണ് പറയുന്നത്. ഈ അടുത്ത സമയത്തും ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവരുടെ മുമ്പിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? സാറുകളെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം അതൊന്ന് വായിക്കാം. എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെ സദൂക്യരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു.
ഇപ്പം നമ്മൾ വായിച്ച ഈ വാക്യത്തിൻ്റെ തൊട്ട് മുകളിൽ ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. അതായത് അപ്പവുമായി ബന്ധപ്പെട്ട് കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ 12 കൊട്ട മിച്ചം വന്നു. ആ 12 കൊട്ട അപ്പം എടുക്കാൻ അവർ മറന്നുപോയി, ശിഷ്യന്മാർ മറന്നുപോയി. ആ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് താഴെ വായിച്ചത്, എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം ഈ 12 കൊട്ട എടുക്കാതെ വന്നതുകൊണ്ട് കർത്താവ് അതുമായി ബന്ധപ്പെട്ട് എന്തോ പറയുക എന്നാണ് ഈ സാധുക്കൾ ചിന്തിച്ചത്. എന്നാൽ അതിൻ്റെ ഏറ്റവും താഴെ 12-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്നവർ ഗ്രഹിച്ചു. 2 വാക്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചു, ഒന്ന് 6-ാം വാക്യവും ഒന്ന് 12-ാം വാക്യവും. 6-ാം വാക്യത്തിൽ എന്താ കണ്ടത്? എന്നാൽ യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ. അതൊരു മുന്നറിയിപ്പാണ് അവിടെ കൊടുക്കുന്നത്. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ്. നമ്മളിത് എത്രയോ വട്ടം വായിച്ചിട്ടുള്ളതാ. നമ്മൾ സാധാരണ മട്ടി വായിച്ചു വിടും. നമ്മുടെ ആളുകളുടെ ഒക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, വേദപുസ്തകം പഠിക്കാനിരിക്കുമ്പോൾ പശ്ചാത്തലം പഠിക്കില്ല. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിന് പശ്ചാത്തലമുണ്ട്, തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിന് പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം പഠിക്കണം. ഏത് കാലത്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ നടന്നു, ആരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കാൻ കഴിയുന്നത്. ഇത് ചുമ്മാ ഈസി ആയിട്ട് വായിച്ചു വിടരുത്. പരീശന്മാർ സദൂക്യരെന്നൊക്കെ അങ്ങ് ഈസി ആയിട്ട് വായിച്ചു വിടരുത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതരായ 2 കൂട്ടരുടെ കാര്യമായി വായിച്ചത്. ഇസ്രായേൽ ജനത്തിന് നടുവിലുള്ള തലപ്പൊക്കമുള്ള ആളുകളാണ് പരീശന്മാർ. സദൂക്യരുടെ പ്രത്യേകത എന്താ? സദൂക്യർ കുറച്ചും കൂടെ തലപ്പൊക്കമുള്ളവരാണ്. കാരണം അവരുടെ നടുവിൽ നിന്നാണ് ഏറിയ പങ്ക് മഹാപുരോഹിതന്മാരും വന്നിരിക്കുന്നത്. പരീശന്മാരും മോശമല്ല, അവരും ജനത്തെ നിയന്ത്രിക്കുന്ന ആളുകളാണ്. അതായത് ഇലൈറ്റ് ക്ലാസ് ആളുകളാണ് അവരെന്ന് വിചാരിച്ചുകൊള്ളുക. ആ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് യേശു ക്രിസ്തു പരസ്യമായി പറയാണ്, ലെവന്മാരെയെല്ലാം സൂക്ഷിച്ചു കൊള്ളണമെന്ന്. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ അമേരിക്കക്കാർ ഈ ലിസയുണ്ടല്ലോ, പിന്നെ ആ ടീനെയൊക്കെ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ആളുകളെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയാമെന്ന് വിചാരിച്ചു പരസ്യമായിട്ട്. എങ്ങനെ ഇരിക്കും? കേൾക്കുന്നവർക്കല്ല, ആരെയാണോ കോട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് സന്തോഷം തോന്നുമോ? ബാക്കിയുള്ളവരെങ്ങനെ ചിന്തിക്കും? അപ്പോൾ ഇവരെന്തോ കുഴപ്പക്കാരാന്ന് ചിന്തിക്കില്ലേ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അന്ന് അങ്ങനെ പറയുമ്പോൾ സദൂക്യരും പരീശന്മാരും കൂടെ കർത്താവിനെ കാണാൻ വന്നിട്ട് പറയുകയാണ്, അതെ ഗുരു, നീ നല്ല ഗുരുവൊക്കെയാണ്, നിനക്ക് നിൻ്റെ ചരക്ക് വിറ്റാൽ പോരെ, ഞങ്ങളുടെ ചരക്കിനെ കുറിച്ച് എന്തിനാ വർത്തമാനം പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? എന്നോട് കൊച്ചി പട്ടണത്തിലുള്ള ഒരു ഉപദേശി ഒരിക്കൽ പറഞ്ഞു തന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊട, അതിന് എന്താ കറുത്ത ശീലയാണെന്ന് പറയാം, ഞെക്കുമ്പോൾ തെറിക്കുമെന്ന് പറയാം, 3 ഫോൾഡിങ് ആണെന്ന് പറയാം, അങ്ങനെ പല കാര്യങ്ങളും പറയാനില്ലേ? അത് തന്നെ അതിൻ്റെ മൂട്ടിൽ ഇങ്ങനെ ഒരു പിരി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടെന്നങ്ങ് പറഞ്ഞോ, അതൊക്കെ പറയാലോ. പിന്നെ അവരുടെ കുട മോശം, ഇവരുടെ കുട മോശമാണെന്നൊക്കെ പറയുന്നത് എന്തിനാന്ന്? അതായത് ഒരു പ്രധാനപ്പെട്ട പെന്തിക്കോസ് സമൂഹത്തിലെ സെൻട്രൽ പാസ്റ്ററാണ് അദ്ദേഹം. ഞാനുമായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ഞാൻ 1-2 സ്ഥലത്ത് ഇങ്ങനെ വളരെ ഗൗരവമായ കാര്യങ്ങൾ പ്രസംഗിക്കുന്ന കേട്ടിട്ട് അദ്ദേഹം എനിക്ക് ബുദ്ധിപദേശം തന്നതാണ്. നിൻ്റെ കുട നല്ലതാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ, മറ്റേ കുട മോശമാണെന്ന് പറയണമെന്ന്. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഈ 16-ാം അധ്യായത്തിൽ 2 വാക്യം വായിച്ചിട്ട് എനിക്കും പറയാൻ അത്രയേ ഉള്ളൂ. പരീശന്മാരുടെ മാവ് നല്ലതാണോ ചീത്തയാണോ അതൊക്കെ എന്തിനാണ് ഈ കർത്താവ് പറയുന്നത്? കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ പഠിപ്പിച്ച് പോയാൽ പോരെ? പരീശന്മാരും സദൂക്യരും ജീവിച്ചു പോട്ടെ, അവരുടെ പുറത്ത് കുതിര കയറാൻ പോകേണ്ട കാര്യമുണ്ടോ? അതാണ് ഇന്നത്തെ പെന്തിക്കോസുകാർ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് എനിക്കും ബുദ്ധി ഉപദേശിക്കുന്നത്. അവർ പറയാണ്, യേശു എത്ര സ്നേഹത്തോടെയാണ് സംസാരിച്ച്. ആ സ്നേഹം നമുക്കിനി കാണാൻ പോകുന്ന 23-ാം അധ്യായത്തിലാണ്, മത്തായി 23. ഇത് പറയുന്ന ആളുകളോട് ഞാൻ സാധാരണ പറയുന്നത്, സഹോദര, എനിക്ക് അധികം സംസാരിക്കാനില്ല, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മത്തായി 23 ആദ്യോടന്തോ ഒന്ന് വായിക്കുക വീട്ടിൽ പോയിട്ട്. വായിച്ചതിന് ശേഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് വീണ്ടും പറയാം, ഞാൻ അപ്പം മറുപടി പറയാമെന്ന് പറയും. പിന്നെ ആരും വരാറില്ല. അത്രയും ഒരു മറുപടി കൊടുക്കുമ്പോൾ പലരും പിന്നെ തിരിച്ചു വരാറില്ല. അതായത് 23-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. എന്നിട്ട് പറയുന്നത്,
അവർ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള വിശദീകരണത്തിലേക്ക് വരികയാണ്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 13-ാം വാക്യം മുതൽ താഴേക്ക് നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 7 പ്രാവശ്യത്തിലധികം നമുക്ക് കാണാൻ കഴിയും, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് 7-ലധികം പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അവിടെ ആരുടെ കാര്യമാണ് പറയുന്നത്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ. പരീക്ഷന്മാരെക്കാളും കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി കൂടുതലുള്ള വർഗമാണ് ശാസ്ത്രിമാർ. ശാസ്ത്രിമാരെന്ന് പറയുന്നത് ആരാ? ഇസ്രായേലിനെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരല്ലേ. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ നടുവിലുള്ള റൈറ്റ് റവറൻറ്റ് പാസ്റ്റേഴ്സിൻ്റെ ഗണത്തിലല്ലേ പെടുത്താൻ പറ്റുന്നത്? റൈറ്റ് റവറൻറ്റ് പാസ്റ്റേഴ്സിൻ്റെ ഗണത്തിലാണ് ശാസ്ത്രിമാരെ പെടുത്താൻ കഴിയുന്നത്. കാരണം അവരാണ് ഇസ്രായേലിനെ ടീച്ച് ചെയ്യുന്നത്. ഇസ്രായേലിലെ നിയമജ്ഞന്മാരാണ് അവരെ ശാസ്ത്രിമാരെന്ന് വിളിക്കും, നിയമജ്ഞന്മാരെന്ന് വിളിക്കും, അങ്ങനെ പല പേരുകളും വിളിക്കും. നമ്മുടെ എസ്ര ശാസ്ത്രി ഓർത്തു നോക്കിയേ, എസ്ര ഒന്നാമതൊരു ശാസ്ത്രിയല്ലായിരുന്നു. അങ്ങനെ പലരെക്കുറിച്ചും പറയാനുണ്ടല്ലോ. അപ്പോൾ ഇവരെക്കുറിച്ച് കർത്താവ് പറയാണ്, എന്താ പറയുന്നത്? കപടഭക്തിക്കാരേ. ഇപ്പം ഞാൻ നിങ്ങളിൽ ആരെങ്കിലും വിളിക്കുകയെന്ന് വിചാരിച്ചോ, കപടഭക്തിക്കാരാന്ന് വിളിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? ഞാനിപ്പോൾ നമ്മളെ രതീഷിൻ്റെ നേരെ നോക്കി പറയാം, കപടഭക്തിക്കാരനായ രതീഷേ എന്ന് വിളിച്ചാൽ രതീഷിൻ്റെ എന്നെ കാണുമ്പോൾ എന്ത് സ്നേഹമായിരിക്കും. അതായത് കമ്പാഷനുള്ള ക്രിസ്തു, മനസ്സലിവുള്ള ക്രിസ്തു, സ്നേഹസ്വരൂപനായ ക്രിസ്തു ആ കാലഘട്ടത്തിലെ, അതായത് കർത്താവ് തന്നെ ആക്കി വെച്ച ശുശ്രൂഷാ വൃന്ദങ്ങളാണ് ഇവരൊക്കെ. ആ കാലഘട്ടത്തിൽ കർത്താവ് അനുവദിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ അവർ ഇസ്രായേലിൻ്റെ നടുവിൽ യെരൂശലേം ദേവാലയത്തോടൊക്കെയുള്ള ബന്ധത്തിൽ അവരുടെ ശുശ്രൂഷകൾ രീതികളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്, കപടഭക്തിക്കാരേ നിങ്ങൾക്ക് ഹാ കഷ്ടം. തീർന്നില്ല. അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, കുരുടനായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന്. പരീശനെ എന്തെന്നാണ് വിളിക്കുന്നത്? കുരുടനായ പരീശനെ എന്നാണ് വിളിക്കുന്നത്. കുരുടനാന്ന്, അന്ധനാന്ന്. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കുറിച്ച് അങ്ങനെ പറയുന്നത്? പൊതുവായി നമ്മൾ പറയും, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത എല്ലാവരുടെയും കണ്ണടഞ്ഞു കിടക്കുക എന്ന് പറയും. അതുപോലെ തന്നെ വിശ്വാസ വഴിയിലേക്ക് വന്ന് ജഡത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവരുടെ കണ്ണടഞ്ഞു പോകും. സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കും. അതല്ലാതെ ആരുടെയും പേരെടുത്തൊന്നും നമ്മളൊരിക്കലും പറയാറില്ല. പക്ഷേ ഇവിടെ കറക്റ്റായിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? കുരുടനായ പരീശനെ എന്നാണ് പറയുന്നത്. ശാസ്ത്രിയുടെ കാര്യം അവിടെ പറഞ്ഞില്ല. കുരുടനായ പരീശനെ, കണ്ണ് കാണാൻ മേലാത്തവനെ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് 28-ാം വാക്യത്തിൽ കാണുന്നത്, അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. നിങ്ങൾ പുറമേ വെള്ളയൊക്കെയാ, ഭയങ്കര ഗ്ലോറി അല്ലേലിയോ ഒക്കെയാ. പക്ഷെ നിങ്ങളുടെ അകത്തെന്താണെന്നാണ് വായിക്കുന്നത്? അകമയോ കപടഭക്തിയും അധർമ്മവും. അധർമ്മം എന്ന് പറഞ്ഞാൽ ലോലെസ്, അധർമ്മമാണ് നിങ്ങളുടെ ഉള്ളിലെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പം ഞാൻ 2-3 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. വേഗം ഞാൻ മുൻപോട്ട് പോകാം. അതിന് തൊട്ട് താഴെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? വേഴ്സ് 27 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നവരെ വെള്ള തേച്ച ശവക്കല്ലറ. ഞാൻ എല്ലാം കൂടെ പറയുന്നില്ലെന്നേ ഉള്ളൂ. വെള്ള തേച്ച ശവക്കല്ലറ താഴേക്ക് വരുമ്പോൾ പാമ്പുകളെ സർപ്പസന്തതികളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇനി അതും കഴിഞ്ഞിട്ട് യോഹന്നാൻ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളെന്നാണ് അവിടെ പറയുന്നത്. ഇവരെങ്ങനെയാണ് വിളിക്കുന്നത്? നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളെന്ന്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഈ സന്ദർഭം ഒന്ന് വിശദീകരിച്ചിട്ട് മുൻപോട്ട് പൊക്കോളാം. ആളുകളുടെ മണ്ടത്തരമാണ് ഞാൻ ഈ പറയുന്നത്. പലരും നമുക്ക് ബുദ്ധി ഉപദേശിക്കാൻ വരികയാണ്. എന്ത് ബുദ്ധിയാ? മണ്ടത്തരം. യേശു ക്രിസ്തു പ്രസംഗിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളാണിതൊക്കെ. ആ കാലഘട്ടത്തിൽ ശുശ്രൂഷയിലുള്ള ആളുകളോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അതുപോലെ പൊതുവായി ഇസ്രായേലിനോട് പറയുകയാണ്. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വാക്യം, അതിൻ്റെ അവസാനത്തെ വാക്യം 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അതായത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഭവനം എന്തായി തീരും? ശൂന്യമായി തീരും. അവർ പ്രവാസത്തിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. അതൊക്കെ കമ്പാഷനും മനസ്സലിവും സ്നേഹവും ആഴമൊക്കെയാണോ പറഞ്ഞത്? ഇനി നോക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനുണ്ടായ കാരണം? ജനത്തെ തെറ്റിച്ച് കളയുകയാണ്.
അവരെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ നിന്ന് അകറ്റിക്കളയാണ്, അവരെ പ്രമാണത്തിൽ നിന്ന് അകറ്റിക്കളയാണ്. ഈ കാര്യമൊക്കെ പറയുന്നതിന് നാളുകൾക്ക് മുമ്പ് ശാസ്ത്രിമാരുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകനായ ഇരമ്യാവ് പറഞ്ഞതൊന്ന് വായിച്ചേ. ഇരമ്യാവിൻ്റെ പുസ്തകം 8:8. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ളെഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. അതായത് വിശുദ്ധ തിരുവെഴുത്ത് അവർ പകർത്തി എഴുതുന്നതൊക്കെ കൃത്യമാണ്, അതൊന്നും ഒരിക്കലും തെറ്റിക്കാറുമില്ല. എന്നാൽ കള്ളെഴുത്തുകോൽ എന്ന് പറയുമ്പോൾ അവരുടെ വ്യാഖ്യാനത്തെയാണ് കാണിക്കുന്നത്. ദൈവവചനം അവർ തെറ്റായി പഠിപ്പിക്കുന്നു, തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന എത്രയോ വ്യാഖ്യാനങ്ങൾ നമ്മളിവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ വ്യാജന്മാരുടെ, അതായത് ശരിയായ ഉപദേശിമാരുടെ അല്ല, വ്യാജന്മാർ തെറ്റായി പറയുന്നത് നമ്മളിവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഉപദേശിമാരുടെയോ? കർത്താവ് വേലയ്ക്ക് വിളിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ അടിസ്ഥാന ഉപദേശങ്ങൾ മറിച്ചു കളയുന്ന പലതും ഞാൻ കേട്ടിട്ടുള്ളയാളാണ്. അടിസ്ഥാന തത്വങ്ങൾ തന്നെ മറിച്ചു കളയുന്ന രീതിയിൽ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. എന്നാൽ ഉപദേശപ്പെശകെന്ന് പറയാൻ കഴിയില്ല, അതായത് വ്യാഖ്യാന പെശകെന്ന് പറയാം. ഉപദേശപ്പെശക് വേറെ, വ്യാഖ്യാന പെശക് വേറെ. വ്യാഖ്യാന പെശകെന്നുള്ള നിലയിൽ പലരും പറയുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അതൊക്കെ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. അന്നത്തെ ശാസ്ത്രിമാർ ജനത്തെ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു. അതുകൊണ്ടാണ് അവരുടെ നടുവിലേക്ക് വഴിയൊരുക്കുവാനായി ഒരുവൻ വന്നത്, യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ്റെ ശബ്ദം ഒട്ടും മാർദ്ദവമുള്ളതല്ലായിരുന്നു. ജനമൊക്കെ അങ്ങനെ ഓടിക്കൂടുകയൊന്നുമില്ല. കടന്നു വന്ന ജനമൊക്കെ കേട്ടിട്ട് അവർ അന്തം വിട്ടുപോയി. എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. കാരണം എന്താ? ശാസ്ത്രിമാരുടെ കള്ളെഴുത്തുകോൽ ജനത്തെ അകറ്റിക്കളഞ്ഞു. പരീശന്മാരെ കർത്താവ് വിളിക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുക. കർത്താവ് കാലസമ്പൂർണതയിൽ ഇതാ ഉടനെ പുറകെ വരും. യോഹന്നാൻ അത് കാത്തിരിക്കുക. അപ്പോൾ അന്ന് പറയേണ്ട കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക സ്വർഗത്തിൽ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായി ഉള്ളവരേ എന്നൊക്കെ പറയാനുള്ളത് റെഡിയാക്കി വെച്ചിരിക്കുക. അതൊക്കെയായിട്ടാണ് കർത്താവ് ഇങ്ങ് വരുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരുവൻ വഴിയൊരുക്കാൻ വന്നു. അവൻ്റെ സ്വരം ഹാർഡായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാനിടയായത്? ജനത്തെ മടക്കി കൊണ്ടുവരണം. നേരം പോക്കുകാർക്ക് അത് മനസ്സിലാവില്ല. ജനത്തെ യഹോവയെങ്കിലേക്ക് മടക്കി കൊണ്ടുവരണം. കാരണം അവർ ഒത്തിരി ദൂരം പോയെന്നേ. അവർ പ്രമാണത്തിൽ നിന്നൊക്കെ ഒത്തിരി ദൂരം പോയി. എത്ര ദൂരം പോയി എന്ന് മനസ്സിലായ ആളാണ് അതിൻ്റെ ഗൗരവത്തിൽ പറയുള്ളൂ. ഇത് മനസ്സിലാകാത്ത ആളുകൾ അവിടെ പാട്ടുണ്ട്, ഇവിടെ പാട്ടുണ്ട്, അവിടെ അല്ലേലിയുണ്ട്, ഇവിടെ ഓർഗനുണ്ട്, അവിടെ തുള്ളുന്നുണ്ട്, ചാടുന്നുണ്ടെന്നൊന്നും പറഞ്ഞാൽ കാര്യമില്ല. സത്യപാതയിലും ജനം അകന്നുപോയി. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ല. ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്ന ഇടത്താണ് കേൾവിക്കാരായ ജനത്തിന് ക്രിസ്തുവിൻ്റെ ഡിവൈൻ ക്യാരക്ടറിലേക്ക്, അല്ലെങ്കിൽ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുള്ളൂ. ചുമ്മാ ഒരു കൂട്ടം പെന്തിക്കോസുകാരെ ഇങ്ങനെ തടുത്തുകൂട്ടി കൊണ്ടുപോകുക എന്നുള്ളതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ? ദൈവരാജ്യത്തിലേക്ക് വന്ന ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതിന് പകരം എന്തെല്ലാം നടക്കുന്നത് ചുറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില ചോദ്യങ്ങൾ നമ്മളോട് വന്നതിനൊരു മറുപടി ഞാൻ വചനത്തിൽ നിന്ന് പറഞ്ഞതാണ്. കർത്താവിന് വളരെ മനസ്സിലിവുണ്ടായിരുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി പറയാൻ വേണമെങ്കിൽ കുറച്ച് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അപ്പോസ്തലന്മാർ പറഞ്ഞതൊക്കെ എടുത്താലോ, അത് ഇതിലും ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞതൊക്കെ അങ്ങനെയുണ്ട്. അതായത് നിയോഗം ലഭിച്ച ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കേ അങ്ങനെ പറയാൻ കഴിയൂ. അല്ലാത്തവന് ഒരിക്കലും വന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. ആധികാരികതയോടെ, അധികാരത്തോടെ, കൃത്യതയോടെ കാര്യം പറഞ്ഞിരിക്കും. ഇത് ദമ്മേശേക്കിലെ ബലിപീഠമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാ. ഇത് ഉയരത്തിലെ ആലോചനയാൽ പണിയപ്പെട്ട ബലിപീഠമല്ല. അവിടെ ഗ്ലോറി അല്ലേലി ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടെടുപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. വീണ്ടെടുപ്പിന് ഒരേ ഒരു ബലിപീഠമേ ഉള്ളൂ, അത് കാൽവറിയിലെ ബലിപീഠം. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വാക്യം പറഞ്ഞു. വീണ്ടെടുപ്പിൻ പ്രക്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തൽക്ഷണം കേൾക്കുന്ന ശബ്ദമാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചു കൊള്ളുക. അതിലപ്പുറം വേറെ കഥയൊന്നുമില്ല. പിന്നെ എന്ത് കേൾക്കും? നിങ്ങൾ ഭൂമിയിലുള്ളത് അന്വേഷിക്കരുത്, നിങ്ങൾ ഉയരത്തിലുള്ളത് മാത്രം അന്വേഷിക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഉയരത്തിലാണ്, ഹെവൻലി റെലംസിലാണ്. നിങ്ങൾ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത് എവിടെയാ? സ്വർഗ തലങ്ങളിലാണ്. ശരീരം കൊണ്ട് ഭൂമിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഉന്നത വിളിയാൽ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. സ്വർഗീയ വിളിയാണ് നിങ്ങൾ കേട്ടത്. ആ വിളിയിൽ നിങ്ങൾ വന്നിരിക്കുന്നത് ഉയർന്ന തലത്തിലല്ലേ?
പർവ്വതത്തിൻ്റെ അനുഭവത്തിലേക്കാണ് വന്നത്. അതുകൊണ്ട് ശേഷം മനുഷ്യന് ജീവിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല. ഇനി പർവ്വതത്തിലെ മാതൃക പ്രകാരമുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത്. ഇനി വെളിപ്പാടിലാണ് സഞ്ചരിക്കേണ്ടത്. ഇനി ഇസ്രായേൽ മുൻപോട്ട് പോകാനുള്ള സകല കാര്യങ്ങളും മോശ വെളിപ്പാടിൽ കയ്യേറ്റു വാങ്ങുകയാണ്. ആ വെളിപ്പാടിനനുസരിച്ചാണ് ഇനി ഇസ്രായേൽ മുൻപോട്ട് ചലിക്കേണ്ടത്. അതുപോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്ന ഭക്തന്മാർ പർവ്വതത്തിലേക്കാണ് വരുന്നത്, വിശുദ്ധ പർവ്വതത്തിലേക്ക്, ഉയർന്ന അനുഭവത്തിലേക്കാണ് വരുന്നത്. അവിടെ വന്നവർ ഇനി ലോകക്കാരുടെ രീതിയിലല്ല മാർച്ച് ചെയ്യേണ്ടത്, മുൻപോട്ട് പോകേണ്ടത്. അവരിനി ലോകക്കാരുടെ രീതിയിലല്ല മുൻപോട്ട് പോകേണ്ടത്. അവര് ഉയരത്തിലെ മാതൃക പ്രകാരം അഥവാ പർവ്വതത്തിലെ മാതൃക പ്രകാരം മുൻപോട്ട് പോകണം. എങ്കിലേ ദൈവസാന്നിധ്യം അനുഭവിക്കൂ. അതല്ലേ അതിൻ്റെ കാതലായ കാര്യം. അപ്പോൾ ഇടയിൽ വന്ന ചോദ്യം എന്താ? ഇടയിൽ വന്ന ചോദ്യം, നിങ്ങൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞ് ആ ആളുകളെയെല്ലാം ഇങ്ങനെ ആക്രമിക്കുകയോ എന്തൊക്കെയോ ചെയ്യുകയാണല്ലോ എന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പെന്തിക്കോസ് ഒക്കെ ഭദ്രമാണോ? അവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ആഴ്ച ഞാൻ മറുപടി പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചത്തെ മറുപടി ഒരു വീഡിയോയും കൂടെ കാണിച്ചു. അതായത് ഇവിടുത്തെ എണ്ണം പറഞ്ഞ പെന്തിക്കോസ്, ആ എണ്ണം പറഞ്ഞ പെന്തിക്കോസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു സീനിയർ മോസ്റ്റ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലുള്ള ചർച്ചിൽ അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച കാണിച്ചില്ലേ? ആ വീഡിയോ ഒക്കെ കാണിച്ചില്ലേ? അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സഹോദരങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ബലിപീഠം മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബലിപീഠം എടുത്തു മാറ്റി പകരം വേറൊരു ബലിപീഠം കൊണ്ടുവച്ചു. അപ്പോൾ കർത്താവ് അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതേ കാര്യം മാത്രമേ ഞാനും ഇന്നും പറയുന്നുള്ളൂ. ഞാനിങ്ങനത്തെ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ലേ. ആ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഫോൺ ചാർജ് ചെയ്യുക. അപ്പോൾ അതിനൊരാൾ നമ്മളോട് പറഞ്ഞൊരു കമൻറ്റ് എന്താണെന്നറിയാമോ? അതായത് കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കാൻ കഴിയുമെങ്കിൽ, യേശുക്രിസ്തുവിന് വെള്ളത്തിലൂടെ നടക്കാൻ കഴിയുമെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന്. തിരക്കേടില്ല. അതിനൊക്കെ എങ്ങനെ മറുപടി കൊടുക്കും? എൻ്റെ പൊന്നെ, ഒന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക്. മൗനം വിദ്വാന് ഭൂഷണം. അതാണ് ഇന്നത്തെ പെന്തക്കോസിൻ്റെ ഒരു ആത്മീയ നിലവാരം. നമുക്ക് സങ്കടപ്പെടുക അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സങ്കടപ്പെടുക അല്ലാതെ ഒരു മാർഗവുമില്ല, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇവിടെ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് എന്നൊക്കെ പറയുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ഇവിടുത്തെ പെന്തക്കോസ്ത് വഴിയിൽ നിന്ന് പോയി സഹോദരങ്ങളെ, വഴിയിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ വിശുദ്ധി മലിനമാകാതെ ദൈവത്തെ ഭയപ്പെടുന്നൊരു ചെറിയ കൂട്ടം അവിടങ്ങളിലുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസും എന്നൊക്കെ പറയുന്ന ആ കാര്യം ഞാനിന്ന് ഏതാണ്ട് അങ്ങനെ പറഞ്ഞ് താൽക്കാലികമായി ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നേരത്തെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളുടെ പെൻഡിങ് വിഷയങ്ങളുണ്ട്. അതായത് ഒരു പുതിയ നിയമ ഭക്തൻ തൻ്റെ ജീവിതം സമർപ്പിക്കേണ്ടതാകുന്നു, സമർപ്പിത ജീവിതമായിരിക്കണം, വിശേഷാൽ തൻ്റെ ശരീരം സമർപ്പിക്കേണ്ടതാണ് എന്ന് ഒരു 4-5 ആഴ്ച നമ്മൾ സംസാരിച്ചു, 5 അതിലധികമോ സംസാരിച്ചു. പക്ഷേ അതിനൊരു കൺക്ലൂഷൻ വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ കൺക്ലൂഷൻ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിന് പിന്നത്തേതിൽ ക്രൂശിൻ്റെ ശത്രുക്കൾ, അതും പെൻഡിങ്ങിലുണ്ട്. ക്രൂശിൻ്റെ ശത്രുക്കൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെയും പിന്നിൽ പൗലോസിൻ്റെ 3-ാം മിഷൻ യാത്ര, അത് ഒത്തിരി കാലമായിട്ട്, 1 കൊല്ലത്തിലധികമായിട്ട് പെൻഡിങ്ങിലാണ് പൗലോസിൻ്റെ മിഷൻ യാത്ര. പൗലോസ് എഫെസോസിൽ വന്നു 3-ാം മിഷൻ യാത്രയിൽ. അങ്ങനെ എഫെസോസിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും ചോദിക്കേണ്ടതുണ്ട്, പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ ഒരു വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കുകയാണ്. അതെല്ലാം സന്തോഷത്തോടെ ഒന്നുമല്ല കാണിക്കുന്നത്, അതൊക്കെ ഞങ്ങൾക്ക് ഭാരമുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ കാണിച്ചു കഴിഞ്ഞിട്ട് ചില കാര്യങ്ങളും കൂടെ വചനത്തിൽ, അത് ഞാൻ പറഞ്ഞല്ലോ, നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒരു പുതിയ നിയമ സഭ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്, ചലിക്കേണ്ടത്, ഇന്ന് ഈ കാണിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവവചന പ്രകാരമല്ല എന്നുള്ളത് നിങ്ങളെ ധരിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളെ മാത്രമല്ല, പിന്നീട് നമ്മളെ കേൾക്കുന്നവരുണ്ടല്ലോ, ആ ജനത്തെയൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ബലിപീഠം എടുത്തു മാറ്റിയിരിക്കുന്നു. കാൽവറിയിലെ ബലിപീഠം എടുത്തു മാറ്റിയിരിക്കുന്നു. പകരം ദമ്മേശക്കിലെ ബലിപീഠമാണ് ഇപ്പോൾ എല്ലായിടത്തും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആണും പെണ്ണും എല്ലാം ചുമ്മാ കിടന്ന് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുകയാണ്. ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് 1-2 കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അതായത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ പറയാൻ വെച്ചതാണ്, എങ്കിലും അഡ്വാൻസ് ചെയ്ത് പറയാം. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന് വെളിയിലുള്ള ഒരു പാസ്റ്ററുടെ മകളോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു പെൺകുട്ടി
കിടന്ന് എന്തോ ഒരു പേക്കൂത്തൊക്കെ കാണിക്കുന്ന പോലെ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി ആരാധന എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറയുന്നു കിടന്ന്. അപ്പോൾ അത് ആ വീഡിയോയൊക്കെ എടുത്ത് സെക്കുലർ വേൾഡിലെ ആളുകൾ ചുമ്മാ, അപ്പോൾ എന്നാ പറഞ്ഞാലും പൊതുലോകത്തുള്ള ആൾക്കാർക്ക് നമ്മൾ പറയുന്നതിനെ അവർക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു കാര്യമില്ലാത്ത കാര്യം, യാതൊരു കാര്യമില്ല. ലോകം വിചാരിക്കുന്നതന്നെ ഇതാണ് പെന്തക്കോസ്തിൻ്റെ ആരാധന എന്ന് വിചാരിക്കില്ലേ? അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ആളുകളെല്ലാം വന്ന് അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് അതുപോലെ വേറെ ഒരു കൊച്ചിയിറക്കൻ, ആ കൊച്ചിയിറക്കൻ കുറേ പെൺപിള്ളേരുമായിട്ട് എല്ലാത്തിനും ഈ പെൺപിള്ളേരെ ഇങ്ങനെ കിട്ടുന്നത് എവിടെ നിന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ പെൺപിള്ളേരുടെയൊക്കെ അമ്മയപ്പന്മാർക്ക് ഒരു പണിയില്ലേ? ആരെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ അഴിച്ചു വിടുകയാണോ, കോഴീനെ അഴിച്ചു വിടുന്ന പോലെ? ഈ തലതിരിഞ്ഞവന്മാരുടെ എല്ലാം കൂട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു 10-15 പെൺപിള്ളേർ അതിൻ്റെ പുറകെ നിന്ന് തുള്ളുന്ന കാണാം, ഏത് സ്റ്റേജിൽ നോക്കിയാലും. അതുപോലെ ഈ കൊച്ചിയിറക്കൻ്റെ കൂട്ടത്തിൽ അത് ഏതോ ഫിലിം സോങ്ങോ എന്തോ എനിക്കറിയില്ല, അങ്ങനെ എന്തോ ഒരു സോങ് പോലെ എനിക്ക് തോന്നുന്നത്, കിടന്ന് ചാടവും തുള്ളവും ഇങ്ങനെ ലൈറ്റും പുകയൊക്കെ ആയിട്ടുള്ളത്, അതിപ്പോൾ ഇങ്ങനെ തരംഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഇതെല്ലാം ആരാധനയാണ്, ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെല്ലാം കയറി പരീശൻ എന്ന് വിളിച്ചു കളയും. ഇതൊന്നും ശരിയല്ല, വചനപ്രകാരം അങ്ങനെയല്ല. പുതുനിയമ ആരാധന എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആരാധനയുടെ ആ ഡെപ്ത് പഴയ നിയമം മുതൽ ഇങ്ങനെ പഠിപ്പിച്ച് കൊണ്ടുവരണം. അപ്പോഴാണ് പുതുനിയമ ആരാധനയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് 150-ാം സങ്കീർത്തനത്തിലേക്ക് നോക്കൂ, 100-ാം സങ്കീർത്തനത്തിലേക്ക് നോക്കൂ, അവിടെ ഡാൻസ് കളിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതുപോലെ അവിടെ വീണയും തമ്പുരും അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ദാവീദ് നൃത്തം ചെയ്തില്ലേ, ഇതൊക്കെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യം ഇതാണ്. ഇതിൽ നിന്നൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇന്നത്തെ പെന്തിക്കോസിലെ മെജോറിറ്റിക്കും ആരാധന എന്താണ്, പ്രാർത്ഥന എന്താണ്, അതുപോലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഗ്രാഹ്യമില്ലെന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ഗ്രാഹ്യമില്ലാതെ പോയി? വചനം ആഴത്തിൽ പഠിപ്പിക്കേണ്ടവരത് പഠിപ്പിച്ചില്ല. കഴിഞ്ഞ 10-30-35 വർഷമായിട്ട് പെന്തക്കോസിൽ പ്രോപ്പറായ ടീച്ചിങ് ഇല്ല, ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നില്ല, വചനം വെളിപ്പെടുന്നില്ല. പകരം ഈ ബലിപീഠം എടുത്ത് മാറ്റിയപ്പോൾ ക്രൂശിക്കപ്പെട്ടവരായ ക്രിസ്തുവിൽ നിന്ന് കണ്ണ് പറഞ്ഞു പോയിട്ട് അവരുടെ ശ്രദ്ധ മുഴുവനും ഈ ഭൂമിയിലേക്ക് മാറി. ഇവിടെ എങ്ങനെ കേമനാകാം, ഇവിടെ എങ്ങനെ ധനാഢ്യനാകാം, ഇവിടെ എങ്ങനെ സുഖജീവിതം നയിക്കാം എന്നുള്ള ചിന്തയിലേക്ക് പോയി. അതായത് ഇസ്രായേലിലായിരുന്നപ്പോൾ വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തയും മറന്ന് അവർ മിസ്രൈമിലെ കൊള്ളാകുന്നൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ തട്ടി ഉണർത്താൻ വേണ്ടി ജോസഫിനെ അറിയാത്തൊരു ഫറവോയെ അയക്കുന്നത്. ഫറവോ അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ആ ട്രീറ്റ്മെൻറ്റോട് കൂടിയാണ് അവർ കരയാൻ ആരംഭിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ വരും. അതായത് ഈ വക വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എത്രയോ സവിസ്തരം ഇവിടെ പറയുന്നുണ്ട് സഹോദരങ്ങളെ. ഈ മെസ്സേജൊക്കെ നമ്മൾ പിന്നീട് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ആളുകളെ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇനി നമ്മൾ പറയുന്നൊന്നും കേൾക്കണമെന്നില്ല. വേറെയും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുണ്ടല്ലോ, അവരൊക്കെ ഈ സത്യവചനം പറയുന്ന മെസ്സേജുകളൊക്കെ യൂട്യൂബിലൊക്കെ വരുമ്പോൾ വളരെ കുറച്ച് ആളുകൾ അതൊക്കെ കേൾക്കുന്നത്. തലതിരിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ 100K 200K 1M എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ശരിയായ വചനം ആളുകൾ കേൾക്കാൻ ഉത്സാഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതായത് അപ്പം എന്ന കോൽ ഒടിക്കും. ഓർത്തോ എല്ലാവരും, അപ്പം എന്ന കോല് ഒടിക്കും. കേൾക്കാൻ കൊതിക്കും, വചനം കേൾക്കാൻ കൊതിക്കും. അപ്പോൾ പലരും ചിന്തിക്കും യൂട്യൂബിലുണ്ടല്ലോ പാസ്റ്റർ എന്ന്. യൂട്യൂബൊക്കെ അടച്ചു പൂട്ടാൻ എത്ര നേരം വേണമെന്നേ. യൂട്യൂബിലൊന്നും ഈ വചനങ്ങൾ കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന കാലം വരുന്നു. അതുകൊണ്ട് ഇപ്പം നമുക്ക് സുലഭമായി ലഭിക്കുകയാണ്. രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും അത് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ പതറിപ്പോവാൻ സാധ്യതയുണ്ട്. എനിവേ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ഈ ബലിപീഠം എടുത്തു മാറ്റി തൽസ്ഥാനത്തേക്ക് വേറെ ബലിപീഠം കൊണ്ടുവരികയാണെന്ന്. അതിന് തുല്യമായ നിലയിൽ ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച് ഒരു ചെറിയ വിശദീകരണം കൂടെ തന്ന് ഞാൻ വേഗം അവസാനിപ്പിക്കാം. വീഡിയോ ഒന്ന് കാണിക്കുക രതീഷേ. ബാംഗ്ലൂരിൽ ബത്തേലിൽ ഒരു കാലഘട്ടത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയുടെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന ദൈവദാസന്മാർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ സ്വപ്നം? ഞങ്ങൾക്ക് ബത്തേലിൽ പോകണം. എന്തിന്? ഞങ്ങൾക്ക് താമസിച്ചു ഉപവസിക്കണം. എന്തിന്? ഞങ്ങൾക്കൊരു കൃപാവരം ഏറ്റെടുക്കണം. ആമേൻ. അങ്ങനെ ഒരു തോന്നൽ അവർക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇവിടെ വന്നാൽ അത് വീഴുമെന്ന് ദൈവാത്മാവരോട് പറഞ്ഞില്ലേ? ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ആ പുതപ്പുകൾ എവിടെയാണ്? ആ തീ എവിടെയാണ്? ആ കാറ്റ് എവിടെയാണ്?
പകർച്ച എവിടെയാണ്? ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ആ സഹോദരനുമായിട്ട് എനിക്ക് യാതൊരു അലോസരവും ഇല്ല. അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ കാര്യങ്ങളെ കേട്ടപ്പോൾ വിശുദ്ധ തിരുവെഴുത്തുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനോടുള്ള ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ അപമാനിക്കാനല്ല, കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കാണിച്ചവരെ അപമാനിക്കാനല്ല, ഒന്നുമല്ല. വിശുദ്ധന്മാർ തിരിച്ചറിയേണ്ടതിനാണ്. അതായത് നമ്മുടെ മുമ്പിൽ സ്വർഗത്തിൽ ദൈവം ഒരു വെളിപ്പാട് തന്നു. 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൽ ഉയരത്തിലെ ആലോചനയാൽ ഒരു ബലിപീഠം ഇരിക്കുന്നു. ആ ബലിപീഠം പിന്നത്തേതിൽ എടുത്തു മാറ്റി. ചരിത്രത്തിൽ നമ്മൾ പിന്നീട് അത് കാണുകയാണ്. കാൽവറിയിലെ ബലിപീഠം എടുത്തു മാറ്റുകയാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാറ്റിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന ക്രിസ്തു എന്ന ഒരു ലേബലിൽ നിങ്ങൾക്ക് ഈ ലോകത്തിലെ സകലതും തരുന്ന, ഇട്ടുമൂടാനുള്ളത് ഇട്ടുതരുന്ന ഒരു ക്രിസ്തു, ആ ക്രിസ്തു നിങ്ങളെ ഈ ഭൂമിയിലും വരാൻ പോകുന്ന ഭൂമിയിലും കോടീശ്വരന്മാരാക്കും എന്നുള്ള ഒരു പ്രസംഗശൈലി, ആ കാര്യത്തിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ആലോചനയല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയല്ല എന്നുള്ളൊരു കാര്യം വിശുദ്ധന്മാരെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ 1 തിമോത്തിയോസ് 6-ാം അധ്യായം തുറന്നിരിക്കുകയാണ്. 1 തിമോത്തി ചാപ്റ്റർ 6 6-ാം അധ്യായം തുറന്നിട്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അതായത് 21-ാം വാക്യത്തിലേക്ക്. 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അതായത് ഈ സമയത്ത് തിമോത്തിയോസ് എഫെസോസിലെ സഭയുടെ മൂപ്പനായിട്ടിരിക്കുകയാണ്. എഫെസോസിലെ സഭയുടെ ആരംഭം കുറിക്കപ്പെട്ടത് പൗലോസിൻ്റെ കയ്യാലാണ്. പൗലോസിൻ്റെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് പിന്നത്തേതിൽ അവിടെ തിമോത്തിയോസ് അവിടുത്തെ അധ്യക്ഷനായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് പൗലോസ് പല കാര്യങ്ങളും തിമോത്തിയോസിനെ ധരിപ്പിക്കുകയാണല്ലോ. അങ്ങനെ ധരിപ്പിച്ചു വരുമ്പോൾ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. അതായത് ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച്, അതായത് ചില ജ്ഞാനവാദക്കാർ ആ സമയത്ത് എഴുന്നേറ്റ് വന്നു. ചില പ്രത്യേകതരം വെളിപ്പാടുകൾ, ചില പ്രത്യേകതരം ആശയങ്ങൾ, ആ ആശയങ്ങൾ അനേകരെ സ്വാധീനിച്ചു. വിശുദ്ധന്മാർ ട്രാക്കിൽ നിന്ന് വഴുതി മാറി. ആ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഈ വാക്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണ പോലെ വായിച്ചു വിട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ സന്ദർഭവശാൽ ഇന്ന് ഓർത്തുകൊള്ളണം. സന്ദർഭവശാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ ചിലർ വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരുന്നു. ഇവിടെയാണ് നമ്മുടെ വാത്സല്യ സഹോദരങ്ങളായ ബ്രദർ ആൻഡ് സഹോദരങ്ങളുമായിട്ട് നമുക്ക് ആശയഭിന്നതകൾ വരുന്നത്. അതായത് വിശ്വാസത്തിലുണ്ടായിരുന്നവർ വിശ്വാസം വിട്ട് പോയി എന്നാണ് പറയുന്നത്. രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നൊരു വിഷയമൊക്കെ അവിടെ വരിക. അതായത് രക്ഷ ഭദ്രമാണ്, അത് പ്രഷ്യസ് സാൽവേഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് വഴുതി മാറാൻ കഴിയും. അപ്പോൾ ചില ചോദ്യങ്ങൾ വരും. രക്ഷ സൗജന്യമായി ലഭിച്ചതല്ലേ, പിന്നെ അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്തി കൊണ്ടോ വിശുദ്ധി കൊണ്ടോ നിങ്ങളുടെ കേമത്വം കൊണ്ടോ നിങ്ങളുടെ അധ്വാനം കൊണ്ടാണോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ സമഗ്രമായ മറുപടി ഞങ്ങളുടെ പക്കലുണ്ട്. പക്ഷേ അതിനൊന്നും ഞാനിപ്പോൾ സമയമെടുക്കുന്നില്ല. വിശുദ്ധന്മാരെ ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ആ സമയത്ത് തന്നെ ചിലർ തെറ്റിപ്പോയ കാര്യമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ കാരണം തൊട്ട് മുകളിലുള്ള വാക്യത്തിലുണ്ട്, 20-ാം വാക്യത്തിൽ. അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ പല കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കണം തിമോത്തിയോസേ എന്നാണ് പറയുന്നത്. ചിലരൊക്കെ പല ഉപദേശങ്ങളും ടീച്ചിങ്ങുമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ വലിയ ജ്ഞാനമാണ്, വലിയ കേമമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കണം. കാരണം എന്താ? ഇപ്പം തന്നെ ചിലരൊക്കെ വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുകളിലല്ല കുറച്ച് മുകളിൽ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, തിമോത്തിയോസിനോട് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. പൗലോസിന് തിമോത്തിയോസിനോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. അങ്ങനെയാണ് പറയാനുള്ളത്. അതൊക്കെ പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാനോ അല്ലെങ്കിൽ നേരം പോക്ക് കാര്യങ്ങൾക്കൊന്നും പോകരുതെന്നുള്ള സൂചനയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ കൂട്ടായ്മയോടുള്ള ബന്ധത്തിലൊരു കാര്യമാണ് അവസാനം പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ 19-ാം വാക്യത്തിൽ പറയുന്നത്, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം.
അതായത് എഫെസോസിലെ വിശുദ്ധന്മാരോട് നീ ആജ്ഞാപിക്കേണ്ടത് വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം എന്ത് ചെയ്യണം, നിക്ഷേപിച്ചു കൊള്ളുവാനും. അടിസ്ഥാനം ഇടണമെന്ന്. നമ്മളെന്താ ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ഓടിക്കതച്ച ഒരാൾ വന്ന് നമ്മുടെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഒന്നും മനസ്സിലാവില്ല. നമ്മൾ നാളുകളായിട്ട് ഇവിടെ നെല്ലും പതിരും വേർതിരിക്കുകയായിരുന്നു, അല്ലേ? കളയും ഗോതമ്പും വേർതിരിക്കുകയായിരുന്നു. മലയാളക്കരയിലെ പെന്തിക്കോസുകാരുടെ ഇടയിൽ എത്ര പേര് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും പെന്തിക്കോസ്റ്റിനൊക്കെ? അങ്ങനെയെല്ലാം കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3-4 വർഷമായി നിരന്തരം നമ്മൾ കാഹളനാദം പോലെ വിളിച്ചു പറയുകയാണ്, ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇത് രണ്ടും രണ്ടാണ്. അത് ജനത്തെ തെറ്റിച്ച് കളയുന്ന കാര്യമാണ്, തെറ്റിച്ച് കളയുന്ന സമ്പ്രദായമാണ്. വഴിയിൽ നിന്ന് നിങ്ങൾ വഴുതിപ്പോകും എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ എന്താ കേട്ടത് സഹോദരങ്ങളെ? ഇപ്പോൾ ഈ പൗലോസ് ഇവിടെ തിമോഥെയോസിനോട് പറയുന്ന പോലെ നല്ലൊരു അടിസ്ഥാനം ഇടണമെന്ന് പറയുമ്പോൾ ആ അടിസ്ഥാനത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരുവാനാണ് നമ്മൾ ഉത്സാഹിക്കുന്നത്. ഒത്തിരി പേര് സ്ഥലം കാലിയാക്കി പോയിട്ടൊക്കെയുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല. ഒരു ചെറിയ കൂട്ടത്തെയെങ്കിലും, അതായത് സാത്താൻ പിടിക്കാതിരിക്കാൻ പാകത്തിന് ഒരു ചെറിയ കൂട്ടത്തെയെങ്കിലും ഒരുക്കി നിർത്തുക എന്നുള്ളൊരു ഉത്സാഹത്തിനാണ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ വേറൊരു വാക്യം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. ജനം പിശാചിൻ്റെ പുറകെ പോവുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അടിസ്ഥാനം മറിച്ച് കളയുകയാണ്. അപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിലേക്ക് വരാം. നമ്മൾ കണ്ട വീഡിയോയിൽ എന്താ കേൾക്കുന്നത്? അതായത് ഒരു ചർച്ചിൻ്റെ പേര് പറയുകയാണ്, എന്താ ബഥേൽന്ന്. അത് ഈ ബാംഗ്ലൂരിലുള്ളൊരു വലിയ ചർച്ചാണ്. ഈ പന്നം പിടിച്ച നോട്ടൊക്കെ എണ്ണുന്ന ഒരു ചർച്ച്, വലിയ കോടിക്കണക്കിന് രൂപ അവിടെ എണ്ണുന്നുണ്ട്. അതെല്ലാം പന്നം പിടിച്ചാന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പന്നം പിടിച്ച നോട്ട് കയ്യിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു മെഷീനൊക്കെ വെച്ചിട്ടാണ് എണ്ണുന്നത്. അങ്ങനത്തെ വലിയൊരു ചർച്ച്. അതിൻ്റെയൊക്കെ തലവൻ്റെ വീഡിയോയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. അതായത് ആ ശ്രേണി തന്നെ പെട്ടതാണ് ഇതും. അങ്ങനെയുള്ളൊരു ഫെലോഷിപ്പിൽ എനിക്ക് വളരെ പരിചയമുള്ളൊരു സഹോദരനാണ് ആ സംസാരിക്കുന്നത്. അദ്ദേഹത്തോട് എനിക്കൊരു വിരോധമില്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ ഒക്കെ ശ്രമിക്കുക എന്നൊന്നും നിങ്ങളാരോ അല്ലെ പിന്നെ കേൾക്കുന്നവരൊന്നും പറയാൻ വരണ്ട. അദ്ദേഹം പറഞ്ഞ ആ ആശയത്തോട് 1% നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം വായിച്ചിട്ട് ഇതിനകത്തെങ്ങും ആരും വിശുദ്ധ ചിരി ചിരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുമോ അങ്ങനെ വിശുദ്ധ ചിരിയെക്കുറിച്ച്? അതുപോലെ എന്നോട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ആ കാലഘട്ടത്തിൽ, ഇറങ്ങിയിട്ടില്ല അതിന് മുൻപുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ബിരുദൻ ഇത്തരം ഗ്രൂപ്പുകളിൽ പെട്ടതാണ്. ഈ ഗ്രൂപ്പുകളിൽ പെട്ട ഒരുത്തനാണ്. ആ ചങ്ങാതി എന്നോടൊരു ഒരു ഒരു ദൂത് പറയുകയാണ്. അന്നൊക്കെ ദൂത് കേൾക്കാൻ വേണ്ടി എനിക്കും ഭയങ്കര കൊതിയായിരുന്നു. ഒരു 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 കുളിർമയല്ലേ, ഇങ്ങനെ തലയിലൊക്കെ ഒന്ന് കൈവച്ചിട്ട് മകനെ, എൻ്റെ മകനെ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു കോരിത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് അദ്ദേഹം പറഞ്ഞത്, നിൻ്റെ വയറ്റിൽ ചില കൈവിഷങ്ങൾ കിടക്കുന്നുണ്ട്, അത് ഛർദ്ദിച്ചു പോയി കഴിഞ്ഞാൽ നീ പിന്നെ നിൽക്കുന്ന കാനഡയിലായിരിക്കും. എന്തായാലും ഞാൻ ഛർദ്ദിച്ചില്ല, ഇപ്പം ഞാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. എങ്ങാനും അന്ന് ഛർദ്ദിച്ച് പോവുകയായിരുന്നെങ്കിൽ ഞാനൊരു ഹതഭാഗ്യനായി പോയേനെ. ഞാൻ കാനഡയിൽ വല്ല മഞ്ഞുകട്ടയുടെ മുകളിലൂടെ ഉരുണ്ട് നടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തേനെ. ഇന്നോ മഹാകൃപയാൽ തൻ്റെ വെളിപ്പാടിൽ കർത്താവ് വചനങ്ങളെ വെളിപ്പെടുത്തി തരുന്നു. അത് അനേകരോട് പങ്കുവെക്കുവാനും അനേകരെ സത്യമാർഗത്തിൽ കൊണ്ടുവരുവാനും ഒക്കെ കഴിയുന്നുണ്ട്. ഞാൻ കാനഡയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? മലമറിക്കാനാണോ? കർത്താവ് എന്നെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തയോടെ ആയിരിക്കുക എന്നല്ലേ ഉള്ളൂ. പക്ഷേ അന്നത്തെ സാഹചര്യം എന്താ? അതായത് ഞാൻ പറയുന്നത് ഒരു 2000-ൻ്റെ പരിസരമാണ്. ആ 2000-ൻ്റെ പരിസരത്തൊക്കെ എന്ന് വെച്ചാൽ പെന്തിക്കോസ് വല്ലാതെ മുടിഞ്ഞു കിടക്കുന്നൊരു കാലമാണ്. ഏത് പെന്തിക്കോസ് ചർച്ചിലും കള്ളപ്രവാചകന്മാർ പൂണ്ട് വിളയാടുന്ന കാലമാണ്. 2000 മുതൽ 2010 വരെ എന്ന് പറയുന്ന കാലം പെന്തിക്കോസ് ചർച്ചുകളെ നിയന്ത്രിച്ചിരുന്നത് കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകിമാരുമായിരുന്നു. പാസ്റ്റർമാരും അവരും ഒരു കൈയായിരുന്നു. ഒരു കോട്ടേജ് മീറ്റിംഗ് വെച്ചാൽ അവിടെ പോലും പ്രവാചകനുണ്ടാവും. നമ്മൾ അന്വേഷിക്കുകയാണ് ആരാരെല്ലാമാണ് ഉള്ളത്. ഞങ്ങൾ സ്നേഹിതന്മാർ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കുന്നത് എന്താണെന്നറിയാവോ? ഞാനൊരു പുതിയ കക്ഷിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഭയങ്കരമാണ്. ചുട്ട കോഴിയെ പറപ്പിക്കും. ഉടനെ അവൻ ഫോൺ നമ്പർ മേടിക്കും. അപ്പം മറ്റവൻ പിന്നെ വന്ന് പറയുകയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നയാളെ കണ്ടു, ഫോൺ നമ്പർ അവൻ തന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ കൊടുക്കലും വിളിക്കലും പറയലും, എൻ്റെ ദൈവമേ എന്ന് വേണ്ട എന്തെല്ലാം ഛർദ്ദിക്കലുകളായിരുന്നെന്നറിയാവോ അന്ന്? എന്ന് വേണ്ട ഏതെല്ലാം വിധത്തിലെ ആളുകൾ ഛർദ്ദിച്ച് നടന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഈ പ്രഭാഷകൻ ഓർക്കുകയാണ്. അതായത് ബഥേൽ എന്ന് പറയുന്ന ഈ ബാംഗ്ലൂരിലെ ആ പ്രധാനപ്പെട്ട സെൻറ്റർ, ആ സെൻറ്ററിൽ ഒത്തിരി ആളുകൾ ഛർദ്ദിച്ചിട്ടുണ്ട്.
ഒത്തിരി ആളുകൾ പിന്നെ എന്നതാ ചിരിച്ചിട്ടുണ്ട്, അങ്ങനെ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നോട്ടീസിൽ അവരങ്ങനെ അച്ചടിച്ചു. അതിലൊന്നും ആർക്കും ധൈര്യമില്ലാത്ത കാലത്ത് അതല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ തൻ്റെ ഇടത്തോടു കൂടി അന്ന് നോട്ടീസ് അടിച്ചു. പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ പറയുന്നുണ്ട്, ആളുകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ബാംഗ്ലൂരിൽ അവിടുത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടി വരുന്ന കാര്യം ജനം ഓടിക്കതച്ച് വരികയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനത്തിലേക്ക്. അതായത് പുതപ്പ് വീഴുക അങ്ങനത്തെ ഒത്തിരി വാക്കുകളുണ്ട് അവരുടെ കയ്യിൽ. അങ്ങനെ പുതപ്പ് വീഴാൻ വേണ്ടി അങ്ങനെ ഒത്തിരി പേര് വന്ന ഒരു ചരിത്രം. അവിടുത്തെ പുതപ്പ് വീണ ഒത്തിരി പേരെ എനിക്കറിയാം, അവർക്ക് വാലും തലയും പോലും തിരിച്ചറിയാൻ മേല. ഈ വേദപുസ്തകത്തിൻ്റെ ABCD ഒന്നും അറിയില്ല. പുതപ്പ് വീണു എന്നുള്ള ഒരു മായാലോകത്ത് അവർ സഞ്ചരിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പറയുന്നത്? ജനം വഞ്ചിക്കപ്പെടുകയാണ്. വിശ്വാസ വഴിയിലേക്ക് വന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും നിങ്ങൾ ഇത്രയും കൊല്ലങ്ങളായി മുൻപോട്ട് പോകുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നിൽക്കുന്നു. നമ്മൾ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നു. ക്രൂശ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ സമയങ്ങളൊന്ന് ഓർത്തു നോക്കി. സമാഗമന കൂടാരമൊക്കെ നമുക്ക് വെളിപ്പെട്ടു. അതിൻ്റെ മുൻപിലുള്ള ബലിപീഠം, പിന്നീട് താമ്രത്തൊട്ടി, ഇതൊക്കെ ചേർത്ത് വെച്ച് എത്ര ആഴത്തിലുള്ള വെളിപ്പാടുകളാണ് ലഭിച്ചത്. ആ വെളിപ്പാടുകളൊക്കെ ഞാൻ കയ്യേറ്റു വാങ്ങിയത് ഛർദ്ദിച്ചുകൊണ്ടൊന്നുമല്ല. ഒരു ഛർദ്ദി ഞാൻ ഛർദ്ദിച്ചില്ല. ആ വചനങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്നിരുന്ന് നമ്മുടെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നിത്യനാശത്തിൽ നമ്മെ നിത്യമായ സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, പിതാവായ ദൈവം അവനെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്നൊക്കെ നമ്മൾ അടുത്ത് നിന്ന് കണ്ടവരല്ലേ. അന്നേരം നിങ്ങൾ ആരെങ്കിലും ഛർദ്ദിച്ചായിരുന്നോ? നമ്മളാരും ഛർദ്ദിച്ചൊന്നുമില്ല. നമ്മളാരും ഇരുന്ന് ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞ് അട്ടഹസിച്ചൊന്നുമില്ല. നിങ്ങളാരെങ്കിലും അട്ടഹസിച്ചായിരുന്നോ? ഞാനിപ്പോൾ എല്ലാം കാണുന്നില്ല, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അട്ടഹസിച്ചായിരുന്നേ നിങ്ങൾ പിന്നെയാണേലും അറിയിച്ചാണേലും. ഞങ്ങൾ ഇത് ഫാസ്റ്റിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് കയറി ഞങ്ങൾ അട്ടഹസിക്കുകയായിരുന്നു. ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ ഓടിക്കൂടി. അങ്ങനെ ഭയങ്കര അട്ടഹാസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ? അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താ സഹോദരങ്ങളെ? ഞാൻ എതിർക്കുകയല്ല സഹോദരങ്ങളെ, ഇതിനകത്തൊരു ബെനിഫിറ്റ് വേണ്ടേ? ഛർദ്ദിച്ചത് നിമിത്തം നമുക്ക് ഒരു ഗ്രേഡ് ആത്മീയത്തിൽ മുൻപോട്ട് വരാൻ കഴിയുമെങ്കിൽ ഓക്കെ. വിശുദ്ധ ചിരി കൊണ്ട് നമുക്ക് കൂടുതൽ സന്തോഷവും ആത്മാവിൽ ഉണർവും ഉന്മേഷവും ഒക്കെ വരുമെങ്കിൽ അങ്ങനെയാട്ടെ. ഇതൊന്നും ഈ ആളുകളിലൊന്നും കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഈ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ആളുകളിലൊന്നും നമ്മളിത് കാണുന്നില്ല. ഇങ്ങനെ ചിരിക്കുകയും കരയുകയൊക്കെ ചെയ്ത ഒരാളുടെ ഒരു ഷോർട്ട് വീഡിയോയും കൂടി ഒന്ന് കാണിച്ചേക്കാം. രതീഷ്, അതും കൂടി ഒന്ന് കാണിക്കുക. എങ്ങനെ നമ്മളിതൊക്കെ പ്രസംഗിക്കാതിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ കൂട്ടത്തിനകത്ത് നിന്നും കൊടുക്കണമെന്ന് മനസ്സുള്ളവര് ഫസ്റ്റ് എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ കൊടുക്കണമെന്ന് തന്റെ ഇടമുള്ളത് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇത് നമ്മൾ പ്രൊഫറ്റിക്കലായിട്ട് ചെയ്യുക. വിശ്വാസത്തെ നമ്മൾ തുടങ്ങുക. നമ്മൾ പ്രൈസല നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അത് ഗോൾഡ് ആയിരിക്കാം, ഓഫറിംഗ് ആയി പണമായിരിക്കാം, എന്തുമായിരിക്കാം. ചെറിയ മാലകളോ ഗോൾഡോ വാച്ചോ മൊബൈലോ. ഞങ്ങളവിടെയൊക്കെ വാച്ച്, ഗോൾഡ്, എന്തെല്ലാമാണെന്നറിയാം, എല്ലാം കൊണ്ടുവന്ന ജനം കൂടി. കാരണം നിന്റെ ജീവിതത്തിൽ കർത്താവായ യേശുവിനേക്കാളും വലുതാണ് നിനക്ക് നിന്റെ ഉണക്ക മൊബൈലോ ഒരു ചെറിയ ലെൻസ് വെച്ച് നോക്കാൻ കാണാൻ പറ്റിയ 1/2 ഗ്രാമിന്റെ 1 ഗ്രാമിന്റെ മാല. ഇത് ലെൻസ് വെച്ചാലേ കാണാം, പക്ഷെ അത് നിനക്ക് നിന്റെ ഉള്ളിൽ വലിയ സാധനമാണ്. ഈ പ്രഭാഷകൻ തിരുവനന്തപുരം ജില്ലക്കാരനാണ്, നെടുമങ്ങാട് ഭാഗത്തുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ 10,000 പേര് കൂടുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ആ ദേശത്തൊക്കെ അത്ര ആൾ കൂടിയില്ലേ അത്ഭുതമുള്ളൂ. ഇതൊരു പഴയ വീഡിയോ ആണ്, ഇന്നലെ മിനിങ്ങാന്നൊന്നും നടന്ന കാര്യമല്ല. യാദൃച്ഛിക ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലൊരു കാര്യം സെർച്ച് ചെയ്തപ്പോൾ അതിൽ കിടന്നതായത്. ആ സമയത്ത് ഇത് വൈറലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ധാരാളം പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കും ആരോ അയച്ചു തന്നു, അതുകൊണ്ട് അത് അവിടെ കിടന്നു. അപ്പോൾ അത് ഇന്ന് അവിചാരിതമായിട്ടൊന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്. ചിലർ നമ്മളോട് ചോദിക്കുമല്ലോ, നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് വിമർശിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വരുമല്ലോ. നോക്കണം, ഇപ്പോൾ തന്നെ ചിലർ തെറ്റിപ്പോയെന്നാണ് പൗലോസ് പറയുന്നത്. ഇനി ആളുകൾ തെറ്റിപ്പോകാതിരിക്കാൻ നല്ലൊരു അടിസ്ഥാനം ഇടണം. വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം ഇടണം. നമ്മളിതെല്ലാം കാണിച്ചിട്ട് അവിടെ അവസാനിപ്പിക്കുകയല്ല. അവരുടെ വീഡിയോ കണ്ടിട്ട് ചിരിച്ച് കൈകൊട്ടി അട്ടഹസിച്ച് തിരിഞ്ഞു പോവുകയല്ല. ഇവരെന്ത് പാതകമായി ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇതല്ല യഥാർത്ഥ പാത, ഇതല്ല യഥാർത്ഥ ഡോക്ട്രിൻ.
എനിക്കിനി കുറച്ച് പറഞ്ഞു വരാനുള്ളത് ഉപദേശ സംബന്ധമായ വിഷയത്തിലേക്കാണ്. അതിലേക്ക് പറഞ്ഞു വരാൻ അധികം സമയമില്ല. എന്നാൽ ഈ 2 വീഡിയോസ് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, ഈ രണ്ടും ഈ ബാംഗ്ലൂരിലെ ഒരേ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ഒരേ സ്ഥലത്ത് ഒരേ കളരിയിലാണ് ഇവരെല്ലാം അഭ്യസിപ്പിക്കുന്നത്, ഒരേ കളരിയിലാണ് ഇവരെല്ലാം അഭ്യസിക്കുന്നത്. എല്ലാം ന്യൂജന്മാരാണ്. ഈ ന്യൂജന്മാരുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ? അവരൊന്ന് പറഞ്ഞ് രണ്ടിന് പണസംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. പണസംബന്ധമായ കാര്യങ്ങൾ എല്ലാം ഊരിക്കോ എന്തൊക്കെയോ പറഞ്ഞല്ലോ അയാൾ, അല്ലേ? മൊബൈൽ ഫോൺ ഇടാനോ അങ്ങനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, മാല ഒരുക്കോ കമ്മൽ ഒരുക്കോ എന്നൊക്കെ പറഞ്ഞ്. ഇവരെല്ലാം കാത്തിരിക്കുന്നത് ഈ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നുള്ള ദ്രവ്യം മേടിക്കാനാണ്. ശരിക്കും ഒരു കർത്താവിൻ്റെ ദാസൻ തൻ്റെ മുമ്പിൽ വന്നു വിടുന്നയാൾ കർത്താവ് അയച്ചിട്ട് വന്നതാണെങ്കിൽ അവരുടെ ആത്മീയ അഭിവൃദ്ധിയല്ലേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. അവർ ക്രിസ്തു എന്ന തലയോളം വളരാനല്ലേ അദ്ദേഹം കൊതിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം അദ്ദേഹത്തിൽ വരുവാനല്ലേ, അത് ഈ വന്ന വ്യക്തിയിൽ വരുവാനല്ലേ അവർ ആഗ്രഹിക്കുന്നത്. ഒരു 2 വാക്യം കൂടെ വേഗം വായിക്കാം, വേഗം അവസാനിപ്പിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്നാണ് വായിച്ചത്. ഞാൻ ആ വാക്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയാനല്ല വായിപ്പിച്ചത്, അതിൻ്റെ തുടക്കം മാത്രമൊന്ന് പറയാൻ. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? തൻ്റെ മഹത്വത്താലും വീര്യത്താലും എന്നല്ല, തൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും എന്നാണ് ശരിക്കും വരേണ്ട തർജ്ജമ. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ. നമ്മെ വിളിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്? തൻ്റെ മഹത്വത്തിലേക്കാണ്, തൻ്റെ ഔന്നത്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ വിളിയാൽ നാം ഇപ്പോൾ രക്ഷയുടെ ആദ്യാനുഭവങ്ങളിലെത്തി. രക്ഷിക്കപ്പെട്ടു, ദെൻ സ്നാനപ്പെട്ടു, ആത്മസ്നാനം പ്രാപിച്ചു. ഇനി അതിൻ്റെ ഔന്നത്യത്തിലെത്തണം, മഹത്വത്തിലേക്ക് എത്തണം, അല്ലേ? നമ്മൾ ആ ടാബർനാക്കൽ പിക്ചർ വെച്ച് എങ്ങനെയാണ് പറയാറ്? രക്ഷിക്കപ്പെട്ടവൻ പ്രാകാരത്തിൽ വരുന്നു. പ്രാകാരത്തിലാണ് ആദ്യാനുഭവങ്ങളെല്ലാം. അത് കഴിഞ്ഞ് വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവമുണ്ട്. ആ അനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നത് എവിടെയാണ്? അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. കാഹളം ധ്വനിച്ച് നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവായി തീരുകയാണ്. ആ മഹത്വത്തിലേക്ക്. എഫേസ് ലേഖനത്തിലെ വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. സുവിശേഷ നിമിത്തം ജാതികളായ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാകുവാനുള്ള സുവർണാവസരമാണ്, അല്ലേ? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് വ്യക്തമായി നമ്മൾ കാണുകയായിരുന്നു. അതിൻ്റെ റൂട്ട് കാണുകയായിരുന്നു. കൃത്യമായ വാക്യങ്ങളാണ് പ്ലേസ് ചെയ്തത്. ആ വാക്യങ്ങളെക്കുറിച്ചൊക്കെ പറയേണ്ടതായിരുന്നു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതെല്ലാം ഗൗരവമായ വെളിപ്പാടുകളും ബോധ്യങ്ങളുമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മൾ അനുരൂപരാകുകയാണ്, അല്ലെ? ആ സെയിം ഇമേജിലേക്ക് വരികയാണ്. ആ സെയിം ഇമേജിലേക്ക്, ആ മഹത്വത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിൽ പല കാര്യം പറയാനുണ്ട്. ആ മഹത്വപൂർണമായ ആ രൂപം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ? ആ രൂപത്തിൻ്റെ ശിരസ് ക്രിസ്തുവും ശരീരം തൻ്റെ സഭയുമാണ്. പറ്റിച്ചേർന്ന് ഒന്നായിരിക്കുന്ന കാഴ്ചയാണത്. ആ കാഴ്ച, അതാണ് ഇവിടെ പത്രോസ് പറയുന്നത്. തൻ്റെ മഹത്വത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു, ആ തേജസ്സിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. ആ തേജസ് ലഭിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പ്ലാസ്റ്റിക് കൂടുമായിട്ട് മീറ്റിങ്ങിന് വരണമെന്ന് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? ആ തേജസ് പ്രാപിക്കാൻ നിങ്ങൾ പ്ലാസ്റ്റിക് കൂടുമായിട്ട് വരണം. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരും, നിങ്ങൾ അതിലേക്ക് ഛർദ്ദിക്കുക. ഇതൊക്കെ എന്ത് പുതിയ നിയമമാണ് സഹോദരങ്ങളെ? ഇത് എന്ത് ലേഖനമാണ്? ഇത് എന്ത് സുവിശേഷമാണ്? ഇത് എവിടത്തെ ബലിപീഠമായത്? ഇതുകൊണ്ട് നമുക്ക് എന്ത് ആത്മീയ വർധനമാണ് ലഭിക്കുന്നത്? 2 തെസ്സലോനിക്ക ലേഖനം 2:14. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്തിനാ? ഇവിടെ ധനവാനാകാനാണോ? ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാനാണോ? ആണോ? അങ്ങനെയാണോ ഇപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ മുമ്പാകെ തെളിഞ്ഞു വരുന്നത്? അങ്ങനെ വല്ലതും ആണോ സഹോദരങ്ങളെ? ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാനല്ല ഇവിടെ പറയുന്നത്. പകരം എന്താ പറയുന്നത്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. ആ മഹത്വം പ്രാപിപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? ആ ഔന്നത്യത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ ശിഷ്ടമുള്ള സമയം ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉത്സാഹിക്കേണ്ടത്, അധ്വാനിക്കേണ്ടത്.
നിശ്ചയമായും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അധ്വാനിക്കേണ്ടത്. പകരം ഇന്ന് ശുശ്രൂഷകരെന്ന് പറയുന്ന ആളുകൾ നോക്കണം, നിങ്ങളിവിടെ കുറച്ച് പേരേ ഉള്ളൂ. ഈ കുറച്ച് പേരോട് സംസാരിക്കുന്ന പോലെയല്ല ആദ്യത്തെ വീഡിയോയിൽ കണ്ട ആ സഹോദരൻ 10,000 പേരോടാണ് ഛർദ്ദിക്കാൻ പറയുന്നത്. അവിടെയൊക്കെ ചെല്ലുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും ഈ തൊണ്ടയിൽ കൈവിരലിട്ടാലെങ്കിലും ഒന്ന് ഛർദ്ദിക്കാൻ പറ്റിയാൽ ഛർദ്ദിക്കാത്തവൻ അനാത്മീയനായിട്ട് അവർ മുദ്ര കുത്തും. ഇതൊക്കെയാണോ പുതിയ നിയമത്തിൻ്റെ ടീച്ചിങ്? ജനം തെറ്റിപ്പോവുകയല്ലേ? ഈ തെറ്റിപ്പോകുന്ന ജനത്തെ യഥാർത്ഥ ട്രാക്കിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉത്സാഹിക്കുന്നതും അധ്വാനിക്കുന്നതും. നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളല്ലെന്നാണ് പറയാനുള്ളത്. ഞാൻ തന്നെ ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. അതായത് യൂദായുടെ ലേഖനം, യൂദായ്ക്ക് ഒരു അധ്യായമേ ഉള്ളൂ. യൂദായുടെ ലേഖനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. നോക്കണം, ഈ ഭാഗങ്ങളൊക്കെ വെച്ച് വിശദീകരിക്കാനുണ്ടായിരുന്നു. പുതിയ നിയമസഭയുടെ ഉപദേശം, അതിൻ്റെ കെട്ടുറപ്പ്, അതിൻ്റെ സഞ്ചാരം, ഈ വക കാര്യത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു നമുക്ക് കൂടുതൽ പറയാനുണ്ടായിരുന്നത്. എന്നാൽ സമയം പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ആ വിഷയത്തിലേക്ക് കടക്കാം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ടൈറ്റിൽ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളതായിരിക്കും. അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ കാണിച്ച 2 വീഡിയോസും അതുമായി ബന്ധപ്പെട്ട ആ ആളുകളെല്ലാം, ആ പ്രസംഗകർ മാത്രമല്ല, അതിൻ്റെ സഹകാരികളായ ആളുകൾ, അത് കണ്ടക്ട് ചെയ്ത സഭക്കാർ, ബാംഗ്ലൂരിലെ പ്രധാന സഭക്കാർ, ഈ പാർട്ടികളെ എല്ലാം നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ള ആ ഒറ്റ ലേബലിൻ്റെ കീഴിലാണ് കൊണ്ടുവരുന്നത്. ഇവരെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കളാണ്. സ്വോത്രം അല്ലെങ്കിൽ ഈ അന്യഭാഷയൊക്കെ കാണുമായിരിക്കാം. ഒരുവൻ ഈ പുസ്തകം പിടിച്ച് നിന്ന് സംസാരിക്കണമെങ്കിൽ ലൈഫ് സൂക്ഷിക്കണം, സാക്ഷ്യജീവിതം ഉണ്ടായിരിക്കണം. സുവിശേഷം എന്ന ബലി, പൗലോസ് പറയുന്നില്ലേ, ആ ബലിയർപ്പണം, അതിലേക്ക് കടന്നു വരണമെങ്കിൽ, ദൈവവചന ഘോഷണം, അതൊക്കെ ചെയ്യണമെങ്കിൽ ആ പുരോഹിതൻ്റെ ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും പ്യൂർ വൈറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ സാക്ഷ്യജീവിതം, രഹസ്യജീവിതവും പരസ്യജീവിതവും. അപ്പോൾ ആ 2-ാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹമൊക്കെ ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അവരെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ള നിലയിലാണ് പോകുന്നത്. അപ്പം അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ജനം അതിലൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്, അതായത് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനെന്നാണ് പറയുന്നത്. ഒരിക്കലായി, അതായത് പലവരു ഭരമേൽപ്പിക്കുകയല്ല, ഒരിക്കലായി. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. തൊട്ട് താഴെയുള്ള വാക്യം കൂടി ഒന്ന് സൂചിപ്പിച്ചേക്കാം. 4-ാം വാക്യത്തിൽ കാണുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ആ വാക്യത്തിൻ്റെ ഒടുവിൽ കാണുന്നത് എന്താ? അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അഭക്തരായ ചില മനുഷ്യർ 1-ാം നൂറ്റാണ്ടിൽ നുഴഞ്ഞു വന്നു. 2-ാം നൂറ്റാണ്ടിലും വന്ന് കാണുമല്ലോ. അന്നേരം വേറെ വേദോസമൊന്നും എഴുതിയിട്ടില്ല. എല്ലാ നൂറ്റാണ്ടിലും ഇതുപോലെ അഭക്തരായ മനുഷ്യരും അധർമ്മികളും ഒക്കെ വന്നിട്ടുണ്ടാകും. എല്ലാ കാലത്തും ഉപദേശപശകൾ വന്നിട്ടുണ്ടാകും. ക്രൂശിൻ്റെ ശത്രുക്കൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കാഹളം ധ്വനിക്കുന്നത് വരെ ക്രൂശിൻ്റെ ശത്രുക്കൾ ഉണ്ടായിരിക്കും. എന്നാൽ നാം ക്രൂശിനെ സ്നേഹിക്കുന്നവരാണ്, ക്രൂശ് വഹിക്കുന്നവരാണ്, അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കുന്നവരാണ്. ക്രൂശിൻ്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള പാതയും കണ്ടെത്തുവാൻ ഉത്സാഹിക്കുന്നവരാണ്. യഥാർത്ഥ ദൈവദാസന്മാർ ജനത്തെ അതിലേക്ക് ഉത്സാഹിപ്പിക്കുന്നവരാണ്. അല്ലാത്തവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരും കൊള്ളക്കാരുമാകുന്നു. അവർ നിങ്ങളുടെ പ്രാണനെ എടുക്കാൻ വന്നവരാണ്. നോക്കണം, നമ്മുടെ പ്രസംഗൻ എന്താ അന്നേരം പറഞ്ഞത്? ഈ കാര്യങ്ങളെയൊക്കെ വിമർശിക്കാൻ ധാരാളം ആളുകൾ നിൽക്കുന്നു. നമ്മളിതെല്ലാം വിമർശിക്കുന്നതാണോ സഹോദരങ്ങളെ? വിശുദ്ധ തിരുവഴുത്തിന് നിരക്കാത്ത കാര്യങ്ങളെ ഖണ്ഡിക്കുന്നു. അത് തെറ്റാണെന്ന് പറയുന്നു. ജനത്തോട് സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ പറയുന്നു. അതെന്ത് വിമർശനമാണ്? അതിന് വിമർശനം എന്നാണ് വിളിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഒരു മനുഷ്യൻ്റെ ആത്മാവിന് മുഴു ലോകത്തെക്കാളും വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഉച്ചൈസ്തരം ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അരുതേ
ഇങ്ങനത്തെ ഷർദലിൻ്റെ ഇടയിലേക്കും ഇങ്ങനത്തെ ഓക്കാനത്തിനിടയിലേക്കൊന്നും നിങ്ങൾ പോകരുത്. ഇങ്ങനത്തെ ചിരികളുടെ ഇടയിലേക്കൊന്നും പോകരുത്. ഇതെല്ലാം വചനവിരുദ്ധമാണ്. നോക്കണം, അതൊരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ് ചർച്ചിൽ നടന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ പെന്തിക്കോസ് സമൂഹം എന്ന് പറയുന്ന അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒരു ലോക്കൽ ചർച്ച്, ബാംഗ്ലൂരിലുള്ള ധാരാളം ആളുകൾ കൂടുന്ന ഒരു ചർച്ച്, അവിടെ നടന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഈ കഴിഞ്ഞ നവംബർ ഒടുക്കം നടന്നതാണ്. ഡിസംബർ മാസത്തിൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ വിവിധ കാരണങ്ങളാൽ നമുക്കതൊന്നും പറയാനൊന്നും പറ്റിയില്ല. കാരണം വിഷയങ്ങൾ വേറെ പലതും കയറി വന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങനെ പോയതുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ മാറിക്കിടക്കുകയായിരുന്നു. എന്നാൽ ഈ അവസാനത്തെ സമയത്ത് ആ വീഡിയോ ഒന്ന് കാണിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ്. വല്ലാത്തൊരു കാലം. ദൈവജനം വഴിതെറ്റിപ്പോകുന്നു. ദൈവജനം ട്രാക്കിൽ നിന്ന് പോകുന്നു, ക്രൂശിൽ നിന്ന് അകന്നു പോകുന്നു. നിത്യതയെക്കുറിച്ചുള്ള ചിന്തയല്ല അവരെ ഭരിക്കുന്നത്. ഈ ഭൂമിയിൽ എങ്ങനെ സഞ്ചരിക്കാം, ഈ ഭൂമിയിൽ എന്തൊക്കെയോ ആയിത്തീരാം എന്നൊക്കെയുള്ള ചിന്തയിലാണ് ജനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിച്ച കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. ഇന്നും കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കുമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരായ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. നാം അനേക കഷ്ടങ്ങളിലൂടെ ആ മഹത്വത്തിലേക്ക് കടക്കേണ്ടതാകുന്നു. റോമാലേഖനം 8:17-18 വാക്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നാം അനേക കഷ്ടങ്ങളിലൂടെ ആ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് എത്തേണ്ടതാകുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. സമർപ്പിതരായവരുടെ ജീവിതത്തിൽ അതെല്ലാം സ്വർഗത്തിലെ ദൈവം അനുവദിക്കും. എന്തിനാ? സ്വർഗം ആഗ്രഹിക്കുന്നൊരു നിലയിലേക്ക്, നമ്മെ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, നമ്മെ ആ തേജസ്സിന്മേൽ തേജസ്സിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുവദിക്കും. അതൊന്നും നമ്മുടെ ദോഷത്തിനല്ല, നമ്മെ തകർത്തങ്ങ് കളയാൻ വേണ്ടിയിട്ടല്ല. പകരം നമ്മെ ആ തേജസ്സിൻ്റെ അനുഭവത്തിൽ കൊണ്ടുവന്ന് വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ പാകത്തിന്, അതിലേക്ക് നമ്മൾ നടന്നു കയറുവാൻ പാകത്തിന് നമ്മെ സജ്ജമാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ അനുവദിക്കുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് പറയുവാനാണ് ദൈവം തൻ്റെ ദാസന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തികഞ്ഞ ബോധ്യത്തോടും അഭിമാനത്തോടും പ്രാഗൽഭ്യത്തോടും അധികാരത്തോടും നിങ്ങളോട് പറയുന്നത്, ഇതാണ് സത്യമാർഗം, ഇതാണ് യഥാർത്ഥ വഴി. ഈ കേട്ടതെല്ലാം വ്യാജങ്ങളാണ്, വഞ്ചനകളാണ്, അതെല്ലാം പിശാചിൻ്റെ ആലോചനകളാണ്. അതിന് ആരും വശമതരാകരുത്, അതിൽ വീണ് പോകരുത്, കുടുങ്ങിപ്പോകരുത്, നിങ്ങളുടെ വിരുദ്ധ തെറ്റിപ്പോകരുത്. ജാഗ്രതയോടെ സൂക്ഷ്മതയുള്ളവരായിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.